ആരിഫ് ഹുസൈൻ സ്വയം പരിചയപ്പെടുത്തുന്നതൊക്കെ എക്സ് മുസ്ലിം എന്നാണ്. ഈ എക്സ് ആവാനുണ്ടായ ഒരു സാഹചര്യം എന്ന് പറയുമ്പോൾ അത് ഈ കോയമാരുടെ ശല്യം കാരണമാണോ, അല്ലെങ്കിൽ ഈ ഖുറാൻ എന്ന് പറയുന്ന പുസ്തകത്തിൽ ഇന്നത്തെ കാലത്തിന് വേണ്ട ഒന്നുമില്ല എന്ന് തോന്നിയത് കൊണ്ടാണോ? ഈ കോയമാരെന്നൊക്കെ ഇത്രയും ധൈര്യത്തിൽ വിളിക്കാൻ എവിടെ നിന്ന് കിട്ടിയ ധൈര്യം? നിങ്ങൾ പറയുന്നത് കേട്ട് കേട്ട് അതല്ല. സാധാരണ അങ്ങനെയൊന്നും ആരും വിളിക്കാറില്ല, വിളിച്ചാൽ വലിയ പ്രശ്നമാണ് എന്നൊക്കെയാണ് പറയാറ്. ഇപ്പം അങ്ങനെ ധൈര്യമാണ്, കുഴപ്പമൊന്നുമില്ല. ശരി. അല്ല, ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ആദ്യം എക്സ് മുസ്ലിം ഒന്നും അല്ല ആവുന്നത്. ആദ്യം ഹോമിയോപ്പതിയിലെ പ്രശ്നമാണ് നമ്മൾ അഡ്രസ്സ് ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ ഒരു ശാസ്ത്രം അതിൻ്റെ വഴിയിലേക്ക് വരിക എന്നുള്ളതായിരുന്നു നമ്മൾ ആദ്യം ചെയ്തു തുടങ്ങി. അപ്പോൾ അതിലൂടെ ഉണ്ടായിട്ടുള്ള ആ ഇൻസൈറ്റ്സ് നമ്മൾ നമ്മളുടെ വിശ്വാസത്തിൽ അപ്ലൈ ചെയ്തപ്പോൾ അത് അപ്ലൈ ചെയ്യാതിരിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോൾ അപ്ലൈ ചെയ്യേണ്ടി വന്നു. ചെയ്തപ്പോൾ അതും പൊളിഞ്ഞു. അങ്ങനെ നമ്മൾ അതിൽ നിന്ന് വിടുന്ന ഒരവസ്ഥ ഉണ്ടായതാണ്. പിന്നെ നമ്മൾ എക്സ് ഹോമിയോപ്പത്ത് എന്നാണ് ആദ്യം പറഞ്ഞു തുടങ്ങിയത്. ഹോമിയോപ്പതിയിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് കണ്ടിട്ടുള്ളത്? ഒറ്റ പ്രശ്നമേ ഉള്ളൂ, അത് ശാസ്ത്രീയ അല്ല, ബേസ് ഇല്ല. അത് ബേസ് ഇല്ല, ശാസ്ത്രീയമായ തെളിവില്ല. പക്ഷെ ഇപ്പോഴും തൈറോയിഡിനും പലരും ഹോമിയോപ്പതിയിലേക്ക് പോകുന്നുണ്ട്, ട്രീറ്റ്മെന്റ് അതാണ് നല്ലതെന്ന് പറയുന്നുണ്ട്. അതിപ്പോ ഉരുളി കമഴ്ത്തിയിട്ടും ആളുകൾ കുട്ടികൾ ഉണ്ടാക്കണ്ടല്ലോ, പിന്നെ അത് നടക്കും. നമ്മള് ഹെൽത്ത് കെയറിൽ അങ്ങനെയല്ല, ഒരു കാര്യം അനുഭവ സാക്ഷ്യത്തിന്റെ പേരിലല്ല നമ്മളൊരു കാര്യത്തെ വിലയിരുത്തുക. അനുഭവങ്ങളൊക്കെ ഉണ്ടാവില്ല എന്നൊന്നും പറയുന്നില്ല, പക്ഷെ അത് വെരിഫൈ ചെയ്യാനുള്ള സയന്റിഫിക് മെത്തേഡ് ഉണ്ട്. അതിലൂടെ റൺ ചെയ്യുമ്പോൾ അത് പാസ്സാവുന്നുണ്ടെങ്കിൽ അത് എടുക്കാൻ പറ്റും. അത് ഹോമിയോപ്പതിയിൽ അത് ഫെയിലാണ്. അപ്പോൾ ഫെയിലായി, അതിന് തെളിവുണ്ട് ഫെയിലായി എന്നുള്ളതിന്. പിന്നെ അത് പൊക്കിക്കൊണ്ട് നടക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അതൊന്നും അവർ കണക്കിലെടുക്കില്ല. എന്ത് പറഞ്ഞാലും ഇപ്പൊ എൻട്രൻസ് എഴുതിയാലും ആദ്യത്തെ കുറച്ച് പേര് MBBS പോകുന്നു, രണ്ടാമത് നഴ്സിംഗ്, ഹോമിയോപ്പതി, ആയുർവേദം, ഇതൊക്കെ ഇപ്പോഴും സ്ട്രീമിലുള്ളത് തന്നെയാണ്. ഗവൺമെന്റ് കൊടുക്കുന്നതുകൊണ്ടാണ്. ഓക്കെ, ഗവൺമെന്റിന്റെ മുന്നിൽ ആ ലിസ്റ്റ് അൺഎൻഡിങ് ആണ്, അതിലേക്ക് പലതും ക്യൂവിലാണ്. പക്ഷെ ഗവൺമെന്റ് ഇപ്പൊ പുതിയതൊന്നും എടുക്കുന്നില്ല. ഇപ്പൊ അതിലേക്ക് വരാൻ നോക്കിയത് ഒന്ന് അക്യുപങ്ചർ വരാൻ നോക്കിയതാണ്, ഈ സ്ട്രീമിലേക്ക് ആയുഷ് എന്ന് പറയുന്ന ഇതിനകത്തേക്ക് അക്യുപങ്ചർ വരാൻ നോക്കിയാണ്, ടിബറ്റൻ മെഡിസിൻ വരാൻ നോക്കിയതാണ്. ഇതൊക്കെ അതിന്റെ ക്യൂവിൽ ഉണ്ടായിരുന്നതാണ്, പക്ഷെ ഏതായാലും എടുത്തിട്ടില്ല. അപ്പോൾ അങ്ങനെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാനെപ്പോഴല്ല അക്യുപങ്ചർ ആഡ് ചെയ്താൽ കുറച്ചുകൂടി നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ആയുഷ് എന്നുള്ളത് ആയിഷ എന്നൊക്കെ വിളിക്കാൻ എളുപ്പമാണ്. അപ്പോൾ ഇതെല്ലാം അവിടെ വന്ന് സ്റ്റക്കായി നിൽക്കുകയാണ്. അല്ല, അപ്പോൾ ഈ മതങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സയൻസ് ആണെങ്കിലും ഡേ ബൈ ഡേ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സയൻസ് നമ്മൾ ഇന്ന് എടുക്കുന്ന ഒരു തിയറി അത് ഉറപ്പാവണമെന്നില്ല, കാരണം ഇത് പിന്നീട് മാറും. ഈ പരിണാമങ്ങൾ എല്ലാ ഫീൽഡിലും ഉണ്ടാവുന്നുണ്ട്, ചേഞ്ചസ്. പക്ഷേ ഈ പറഞ്ഞ പോലെ മതങ്ങളിൽ പരിണാമം ഉണ്ടായിട്ടുണ്ടോ? ഇത് തുടങ്ങിയെടുത്ത് തന്നെയാണോ ഇപ്പോഴും നിൽക്കുന്നത്? ഏത് മതം ആയിക്കോട്ടെ, സയൻസ് ഡേ ബൈ ഡേ മാറുന്നു എന്നല്ല അതിന് ശരിക്കും നമ്മൾ ഉപയോഗിക്കേണ്ട വാക്ക്, അത് ഇമ്പ്രൂവ് ചെയ്യുന്നു. ഓക്കെ, പുതിയതായിട്ട് സാധനം ഉണ്ടാവുകയല്ല ചെയ്യുന്നത്. ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളതിന്റെ മുകളിൽ പുതിയത് ആഡ് ഓൺ ചെയ്ത് അത് കൂടുതൽ എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പം ഒരു സാധനം ഇപ്പം നമ്മൾ ഈ ഒരു കയ്യിലേക്ക് നമ്മൾ നോക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് എന്താണ്? 5 വിരൽ കാണാം, കുറേ വരയും കുറേയൊക്കെ കാണാം. അപ്പോൾ ഇതൊരു കാഴ്ചയാണ്. പക്ഷെ നമ്മളൊരു ഹാൻഡ് ലെൻസ് വെച്ചിട്ട് നോക്കുകയാണ്, അപ്പോൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള സാധനങ്ങളാണ്. എന്ന് വെച്ചാൽ ആദ്യം കണ്ടതില്ല എന്നാണോ? അല്ല, അത് അവിടെ ഉണ്ട്, പക്ഷെ കുറച്ചുകൂടി ക്ലാരിറ്റി ആണ്. അപ്പോൾ അതിൽ ആ ഒരു റെസൊല്യൂഷൻ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്, അതിനകത്ത് ആ ക്ലാരിറ്റി. പിന്നെ നമ്മളൊരു മൈക്രോസ്കോപ്പ് വെച്ച് നോക്കുകയാണ്, അപ്പോൾ വേറെയും കുറെ സാധനങ്ങൾ കാണാം. പക്ഷെ സയൻസ് തിരുത്തി പറഞ്ഞ സംഭവങ്ങളും ഇല്ലേ ഒരുപാട്? തെറ്റായിരുന്നു ഇത്രയും നാൾ നിങ്ങൾ ഫോളോ ചെയ്തത് എന്നുള്ളത്. തിരുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇമ്പ്രൂവ്മെന്റിന്റെ ഭാഗമാണ് അത്. അതായത് തിരുത്തുന്നത് എന്താണ്? ഒബ്സർവേഷൻ അല്ല തിരുത്തുന്നത്, അതിനകത്തുള്ള എക്സ്പ്ലനേഷൻസിലാണ് അതിന്റെ വ്യത്യാസങ്ങൾ വരുന്നത്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു കാര്യം ഉണ്ടായി, അതെന്താണ് എന്ന് ഇതിങ്ങനെ ആകാം എന്നാണ് പറഞ്ഞു വെക്കുക, അതാകാം എന്നുള്ളതിനുള്ള തെളിവാണ് വെക്കുന്നത്. അപ്പോൾ ഈ തെളിവുണ്ടെങ്കിലാണ് ആ എക്സ്പ്ലനേഷൻ വാലിഡ് ആവുന്നുള്ളൂ. അപ്പോൾ ആ തെളിവിനനുസരിച്ച് മുന്നോട്ട് പോകുമ്പോൾ ആ തെളിവ് തരുന്ന പുതിയ എക്സ്പ്ലനേഷൻസ് നമ്മൾ എടുക്കുന്നുള്ളൂ. അപ്പോഴും ഒബ്സർവേഷൻ കറക്റ്റാണ്. ഹൈപ്പോത്തസിസ് എന്ന് പറയുന്ന ആ മെത്തേഡിൽ വരുന്ന ഒരു സ്റ്റെപ്പ് മാത്രം. ഓക്കെ, ഹൈപ്പോത്തസിന് ശേഷം ഉണ്ടാവുന്ന കൺക്ലൂഷൻസിലാണ് ആ വ്യത്യാസങ്ങൾ വരിക. അത് ആ ടെസ്റ്റ് ചെയ്തും അതിനെ വെരിഫൈ ചെയ്തും, അത് ഇനി ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ ഒരു കാര്യം ചെയ്തു, അത് വേറൊരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ അത് ചെയ്യുമ്പോൾ ഇതേ റിസൾട്ട് കിട്ടണം, അപ്പോഴാണ് അത് വരിക. അതും പോരാതെ വേറൊരു ആപ്ലിക്കേഷൻ ലെവലിൽ വരുന്നൊരു സാധനം കൂടിയുണ്ട്. അതായത് ഇതിൽ കാണുന്ന ഈ ഒരു സംഗതി വേറൊരു ഫീൽഡിൽ അപ്ലൈ ചെയ്യണം, അപ്പോൾ അത് വർക്ക് ചെയ്യുന്നുണ്ടോന്നും കൂടി വരും. അങ്ങനെ ഒരു കോംപ്ലയൻസും കൂടി വരും. ഇതെല്ലാം കൂടി കണക്ട് ചെയ്യുമ്പോഴാണ് സയൻസിൻ്റെ ആ മെത്തേഡ് ഫുൾ പ്രൂഫ് ആവുന്നത്. അതുകൊണ്ടാണ് അതിന് ഇത്രമാത്രം വാല്യൂ വരുന്നത്. മറ്റേത് അങ്ങനെയല്ല. ഇപ്പം നിങ്ങൾ ഒരു ഇപ്പോൾ ചില കിണറിൻ്റെ സ്ഥാനം കണ്ടെത്തുക, വെള്ളം ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ചിരട്ടയായിട്ടൊക്കെ നടക്കുന്ന ചില പരിപാടി കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒരാൾ ഒരു കിണറിൻ്റെ സ്ഥാനം കണ്ടു, ഈ സെയിം സാധനം വേറെ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് നോക്കുമ്പോൾ വെള്ളം ഉള്ള സ്ഥലത്തൊക്കെ ഇത് അപ്ലൈ ചെയ്താൽ ഇത് കണ്ടെത്തണം എന്നാണല്ലോ പറയുന്നത്. നമ്മൾ വയറിലൊരു വെള്ളക്കെട്ടുണ്ട് എന്ന് വിചാരിക്കുക, അത് കണ്ടെത്താൻ ഇതേ ചിരട്ട മെത്തേഡ് ഉപയോഗിക്കാൻ പറ്റുമോ?
ഇല്ല. അപ്പോൾ അവിടെ അത് ഉപയോഗിക്കുന്നത്. അതേസമയം ഇപ്പം നമ്മൾ സയൻസിലൊരു കാര്യം പറയുകയാണ്, ഇപ്പോൾ അൾട്രാസൗണ്ട് നമ്മൾ ചെയ്യുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ടെക്നോളജി നമ്മൾ ഉപയോഗിക്കുകയാണ്. ആ ടെക്നോളജി ഇപ്പോൾ ചിരട്ട അപ്പുറത്ത് ഉപയോഗിക്കുന്ന പോലെ ഇപ്പുറത്ത് നമ്മൾ അൾട്രാസൗണ്ട് ഉപയോഗിക്കുകയാണ്. ഈ അൾട്രാസൗണ്ട് എവിടെ ആ സിമിലർ സാധനങ്ങൾ വരുമ്പോൾ എവിടെ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. അത് നമ്മൾ നമ്മളുടെ യുദ്ധരംഗത്ത് ഉപയോഗിക്കുന്നു, നമ്മൾ മെഡിക്കൽ രംഗത്ത് ഉപയോഗിക്കുന്നു, പിന്നെ മറ്റു പല സംഗതികൾക്ക് ഉപയോഗിക്കുകയാണ്. ഇപ്പോൾ റേഡാർ സംവിധാനങ്ങളൊക്കെ നമ്മൾ അങ്ങനെ ഉപയോഗിക്കുന്നു. ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റേഡാർ, ഉള്ളിൽ ആളുണ്ടോ അവിടെ ഇപ്പോൾ മറ്റേ പര്യവേഷണമൊക്കെ നടത്താൻ വേണ്ടി ആർക്കിയോളജിക്കൽ സർവേ ഒക്കെ നടത്തുന്ന ആളുകൾ ഇപ്പോൾ കുഴിച്ചു നോക്കണ്ട, അതിന് അല്ലാതെ തന്നെ കണ്ടെത്താനുള്ള വഴികളായിട്ട് അത് മാറുകയാണ്, ഒരു ഇനീഷ്യൽ സർവേ ഒക്കെ നടത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതേ റഡാർ തന്നെയാണ് വേറെ പല സ്ഥലത്തും ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു മൾട്ടി ഒരു ആപ്ലിക്കേഷൻ ഇതിനകത്ത് വരുന്നുണ്ട്. പക്ഷേ എല്ലാം ഈ സയൻസും അല്ലെങ്കിൽ ഈ എക്സ്പെരിമെന്റ്സ് എല്ലാം തന്നെ നമുക്ക് ഈ റിലീജിയനിലും അല്ലെങ്കിൽ ഭക്തിയിലും സ്പിരിച്വാലിറ്റിയിലും ഒന്നും ആപ്ലിക്കബിൾ അല്ലാത്ത സംഭവങ്ങളല്ലേ? ആപ്ലിക്കബിൾ അല്ലാത്തതുകൊണ്ടല്ല, അപ്ലൈ ചെയ്യും, പക്ഷെ ഫെയിൽ ആവുന്നതുകൊണ്ടാണ്. ഓക്കെ, ഇപ്പോൾ ഇടിമിന്നൽ ഉണ്ടാവുന്നത് എങ്ങനെ എന്നുള്ളൊരു സാധനം, എങ്ങനെയാണ് ഇടിമിന്നൽ ഉണ്ടാവുന്നത്? മേഘങ്ങൾ കൂട്ടിമുട്ടുന്നില്ല, മേഘങ്ങൾ തമ്മിൽ അടുത്ത് വരുമ്പോൾ അതിനകത്ത് ഇലക്ട്രോൺ ഡിസ്ചാർജ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഇലക്ട്രോൺ ഡിസ്ചാർജ് അങ്ങനെ മാറുന്ന സമയത്ത് ഉണ്ടാവുന്ന വെളിച്ചവും ശബ്ദമാണ് ഇടിവെട്ട് ഇടിമിന്നൽ ഇന്ന് നമുക്കറിയാം. ഇതേ സാധനം മതകിതാബിൽ എന്താ എഴുതി വെച്ചിരിക്കുന്നത്? അവിടെ നമ്മൾ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ശരിയാവും? ഇതാണ് നമ്മൾ ചോദ്യം. മതകിതാബിൽ എഴുതി വെച്ചിരിക്കുന്നത് ഈ മഴ മേഘങ്ങളെ തെളിച്ചുകൊണ്ട് പോകുന്ന മാലാഖമാർ, അവർ തെളിച്ചുകൊണ്ട് പോകുമ്പോൾ ഈ മേഘങ്ങളുടെ മൂട്ടിൽ തീ കൊണ്ടുള്ള ചാട്ടവാറുകൊണ്ട് അടിക്കും. അപ്പോൾ അടിക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദമാണ് ഇടിവെട്ട്, ആ വീശുമ്പോൾ ഉണ്ടാകുന്ന വെളിച്ചമാണ് മിന്നൽ. ഇത് ശരിയാണോ? അത് പിന്നെ മതങ്ങളെല്ലാം തന്നെ ലിറ്ററേച്ചർ ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം സാഹിത്യം കുറച്ച് കലക്കി കുഴച്ച് എഴുതുന്നതാണ് ഈ മതഗ്രന്ഥങ്ങൾ. അതുകൊണ്ടായിരിക്കും ഇങ്ങനെ പറയണ്ടാവുക. നിങ്ങൾക്ക് അങ്ങനെ വിശ്വസിക്കാം, പക്ഷെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. അതും അറിയാലോ, അവര് പറയാ ഇതാണ്, ബാക്കിയൊക്കെ തെറ്റാന്ന് അവർ പറയും, ഇത് ശരിയാന്നേ പറയുള്ളൂ. പക്ഷെ ഹിന്ദുക്കൾ അങ്ങനെ പറയാറില്ല. ഹിന്ദുക്കൾ പറയാ എല്ലാം ഐതിഹ്യം എന്നാണല്ലോ പറയാ. പക്ഷെ ഇസ്ലാമിൽ അങ്ങനെയല്ല. ഇസ്ലാമിൽ എല്ലാം തെറ്റ്, ട്രൂ റിലീജിയൻ ഇസ്ലാമാണെന്നാ പറയാം. ഇപ്പൊ ക്രിസ്ത്യാനികൾ പോലും ഇങ്ങനെ അധികം അങ്ങ് പറഞ്ഞു നടക്കാറില്ല. പക്ഷേ മുസ്ലിങ്ങൾക്ക് അതൊരു എക്സ്ട്രാ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, ഒരു എല്ല് കൂടുതലായിരുന്നു. മാത്രമേ അവർക്ക് ജീവിക്കാനും പറ്റുള്ളൂ. അതെ, അപ്പോൾ എക്സ്ട്രാ കോൺഫിഡൻസ്, ഒരു എല്ല് കൂടുതലുള്ളതുകൊണ്ട് അതിൽ നിയമങ്ങൾ ശരിയാണെന്നുള്ള ഒരു പൂർണ്ണ ബോധ്യം അതങ്ങ് വരികയാണ്, ഒരു കോൺഫിഡൻസ് വരികയാണ്, ഓവർ കോൺഫിഡൻസ് ആണ്. അതുകൊണ്ടാണ് ആ നിയമങ്ങൾ ഉറക്കെ പറയാൻ അവർക്ക് പറ്റുന്നത്. ഇപ്പോൾ സ്ത്രീ വിവേചനപരമായിട്ടുള്ള, ഇപ്പോൾ ഈ അടുത്ത് നമ്മൾ കണ്ടു ഇലക്ഷൻ്റെ ടൈമിൽ ജനറൽ സീറ്റിൽ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് മുസ്ലിം ലീഗിൻ്റെ ഒരു യൂത്ത് ലീഗിൻ്റെ വിഷയമൊക്കെ വന്നാൽ, അപ്പോൾ അതിൽ പറഞ്ഞ എന്താണ്, സംവരണ സീറ്റിൽ വേണമെങ്കിൽ മത്സരിച്ചോ, പക്ഷേ ജനറൽ സീറ്റിൽ മത്സരിക്കേണ്ട എന്ന് പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അത് ഈ മതനിയമമാണ്. അപ്പോൾ ഈ മതനിയമം എല്ലാ മതങ്ങൾക്കും ഇല്ലേ? സ്ത്രീകളെ വിവേചനം ഉണ്ടാക്കുന്ന കൽപ്പിക്കുന്ന നിയമങ്ങൾ എല്ലാ മതത്തിലും ഉണ്ട്. പക്ഷെ ഹിന്ദുക്കൾ ഇത്ര ധൈര്യത്തിൽ ഒന്ന് പറയൂ? ഇല്ല. പറഞ്ഞ ആളെ നമ്മൾ എന്ത് പറയും? അവനെ സംഗീതം വിളിക്കും, ചാണകം വിളിക്കും, ഒക്കെ വിളിക്കും, വർഗീയതയാണെന്നൊക്കെ പറയും. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാലോ അവരെ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും വിളിക്കുക. പക്ഷെ ഒരു മുസ്ലിം ആയിട്ടുള്ള ഒരാൾ ഇതുപോലെ വന്നതെന്ന് പറയുമ്പോൾ അത് ആരും മിണ്ടില്ല. ഏതെങ്കിലും ഫെമിനിസ്റ്റുകൾ ഇതിനെതിരെ ഉറഞ്ഞു തുള്ളിയത് നിങ്ങൾ കണ്ടോ? ആരെയും നിങ്ങൾ കാണില്ല. ഇസ്ലാമിക് ഫെമിനിസ്റ്റുകൾ എന്ന് പറഞ്ഞിട്ട് കുറേ ആളുകളുണ്ട്, ഇസ്ലാമിക് ഫെമിനിസ്റ്റുകൾ, നമ്മളുടെ ഫെമിനിച്ചി പാത്തു എന്ന് പറയുന്ന സ്റ്റൈലിൽ. ആ തരം ആളുകൾ പോലും ഇതിന് ഒരക്ഷരം മിണ്ടിയിട്ടില്ല. എന്താണ് മിണ്ടാത്തത്? അതാണ് ഞാൻ പറഞ്ഞു വന്നത്. കാരണം ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമോഫോബിയ ആവും എന്നുള്ളൊരു ചാട്ടവാർ അവിടെ നിൽക്കുന്നുണ്ട്, ഒരു ചാപ്പയാണത്. അതൊരു പരിചയമായിട്ടാണ് അവർ ഉപയോഗിക്കുന്നത്. ഈ തരത്തിലുള്ളൊരു സാധനം പേടിയാണ് ആളുകൾക്ക്. നിങ്ങൾ വലിയ പുരോഗമനവാദിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മുസ്ലിങ്ങളുടെ ഭാഗത്ത് നിൽക്കണം. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു പ്രീ കണ്ടീഷൻ. അതാണ് ഇവിടുത്തെ ഇടതുപക്ഷ ബോധം ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, ഒരു വോക്ക് ബോധം എന്ന് പറയുന്ന സാധനം അത്. അപ്പോൾ മുസ്ലിങ്ങൾക്ക് ഇച്ചിരി ഭീകരവാദവും തീവ്രവാദവും ഒക്കെ ആകാം, അവരിച്ചിരി സ്ത്രീ വിരുദ്ധത പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, അവരിച്ചിരി ഇതുപോലുള്ള സാധനങ്ങൾ പറഞ്ഞാലും പ്രശ്നമൊന്നുമില്ല. അത് ന്യൂനപക്ഷമല്ലേ? ന്യൂനപക്ഷങ്ങൾ അടിച്ചമർത്തപ്പെട്ട ആളുകൾക്ക് എന്ത് ദണ്ഡിത്തരം ചെയ്യാമെന്നാണല്ലോ സ്വരാജൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ പിന്നെ ആ ഒരു ലെവലിലാണ് ഇതിന് അവർ എടുക്കുന്നത്. അതുകൊണ്ടാണ് ഹമാസിനെ പോലും പിന്തുണയ്ക്കുന്ന അവസ്ഥയിലേക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു പ്രോബ്ലമാണ് ഒന്നാമത്തെ കാര്യം. രണ്ട്, മുസ്ലിങ്ങളുടെ ഇടയിൽ നിന്ന് എന്തുകൊണ്ട് പറയുന്നില്ല? പുറത്തുള്ള ആളുകൾ ഇതൊക്കെയാണ് കാരണം. മുസ്ലിങ്ങൾ എന്തുകൊണ്ടാണ് പറയാത്തത്? മുസ്ലിങ്ങൾ പറയില്ല, കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഇതാണ് നിയമം, ഇത് ശരിയാണ്. ഇതിനെ ചോദ്യം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതത്തിൽ നിന്ന് പോകാന്നാണ് അർത്ഥം. അത് അവർ തന്നെ പറയും. കാരണം ഇതേ സാധനത്തെ ചോദ്യം ചെയ്ത ഈ തബ്ഷീറയെ ബാക്കി മുസ്ലിം ആങ്ങളമാരെന്താ പറഞ്ഞത്? ഉസ്താദിനെ ചോദ്യം ചെയ്യാൻ മാത്രം ആയോ എന്നാണ് ചോദിച്ചത്. ഈ ചോദ്യം എല്ലാവർക്കും പേടിയാണ്. അതുകൊണ്ടാണ് നമ്മളത് ചോദിക്കുമ്പോൾ നമ്മൾ ആക്രമിക്കുന്നത്. പലതരത്തിൽ ആരിഫ് ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. ഈ അടുത്ത് തന്നെ കുറച്ച് നാൾ മുന്നേ കണ്ടായിരുന്നു വധഭീഷണിയൊക്കെ, മെയിൽ അയച്ചെന്നോ അങ്ങനെയൊക്കെ. എന്താണ് ഈ സിസ്റ്റത്തിൽ നിന്നൊന്ന് മാറി സഞ്ചരിച്ചപ്പോൾ അന്ന് മുതലേ നേരിടേണ്ടി വന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ എത്ര വയസ്സ് മുതലാണ് ഈ ഒരു
ഉൾവിളിയുണ്ടായത്. സിസ്റ്റത്തിൽ നിന്ന് മാറി സഞ്ചരിക്കുമ്പോൾ ഇത് ഉണ്ടാവുക എന്ന് പറയുന്നത് ഇസ്ലാമിന് മാത്രം പെക്യുലർ ആയിട്ടുള്ള കാര്യമൊന്നുമല്ല, അത് എല്ലാവരും ഫേസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ക്രിസ്ത്യാനിറ്റിക്ക് എതിരെ സംസാരിക്കുമ്പോൾ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ അത് അന്ന് അവർ ഫേസ് ചെയ്തിട്ടുണ്ട്. ഹിന്ദുമതത്തിനെതിരെ സംസാരിക്കുന്ന ആളുകൾ അത് ഫേസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ചാർവാകന്മാരൊക്കെ ഇന്ന് നമ്മൾ പൊക്കിക്കൊണ്ട് പറയും, പക്ഷേ ഇതേ ചാർവാകന്മാരിൽപ്പെട്ടുള്ള ആളുകളെ ചുട്ടുകൊന്ന കഥകൾ ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഫേസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ കുറെ കഴിയുമ്പോൾ അവർ ആക്സെപ്റ്റൻസ് വരികയാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളെ അവർ കല്ലെറിയുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഇവരെന്താ പറയാ, ഇവർ പറയും മുസ്ലിം നവോത്ഥാന നായകനാണ് ആരിഫ് എന്നാണ് കുറെ കഴിയുമ്പോൾ പറയാം. ഞാൻ ചത്ത് കഴിയുമ്പോഴായിരിക്കും പറയാം. അതാണ് ഉണ്ടാവാൻ പോണേ. ചേകന്നൂർ മൗലവി ഇവർ തന്നെയാണ് കൊന്നു കുഴിച്ചു മൂടിയത്. കുറെ കഴിയുമ്പോൾ ചേകന്നൂർ മൗലവിയാണ് മുസ്ലിം നവോത്ഥാനത്തിൻ്റെ ആളെന്ന് പറയാം. ഏതുപോലെയെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്കറിയാം, ഇസ്ലാം എന്ന് പറയുന്നത് ഈ വിദ്യാഭ്യാസം, പുരോഗമനം, ഇതുപോലുള്ള കാര്യങ്ങൾക്കൊന്നും വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല. പച്ചയ്ക്ക് പറഞ്ഞാൽ എല്ലാം ഈ ദൈവം, ദൈവകൽപ്പന ഇങ്ങനെ പോകണമെന്ന്. എന്ന് വെച്ചാൽ നമ്മൾ ഫണ്ണിയായിട്ട് പറയാറുണ്ട്, ഇപ്പോൾ ലോകം മുഴുവൻ യഥാർത്ഥ മുസ്ലിങ്ങളാണെന്ന് വിചാരിക്കാം. ഓക്കെ, യഥാർത്ഥ മുസ്ലിങ്ങളാണെന്ന് കുരങ്ങനും മനുഷ്യനും തമ്മിൽ ഒരു വ്യത്യാസം ഉണ്ടാവില്ല. ഓക്കെ, അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. കാരണം ഈ ആട് മേய்ച്ച് നടക്കുകയുള്ളൂ, ആട് മേய்ച്ച് നടക്കും. കാരണം അതിനപ്പുറത്തേക്ക് പോകില്ല. കാരണം ഈ ഖലീഫമാരുടെ കാലം മുതൽ നമ്മൾ കേട്ട് വരുന്നത് ഗ്രന്ഥശാലകൾക്ക് തീയിടുക. കാരണം ഒരു ഒരു എക്സ്പെഡീഷൻ നടത്തിയിട്ട് അവിടെ ഒരു ലൈബ്രറി പിടിച്ചടക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായപ്പോൾ അതിൽ ചോദിക്കുന്നുണ്ട് ഈ പുസ്തകങ്ങൾ എന്ത് ചെയ്യണം. അപ്പോൾ കത്തിക്കണം എന്നുള്ളതാണ് അതിൻ്റെ ഫൈനൽ. അതെങ്ങനെയാണ് ആ കത്തിക്കണം എന്നുള്ള ഇതിലേക്ക് വരുന്നത്? അവിടുത്തെ ചോദ്യം ഇതാണ്, ഈ ലോകത്ത് വരാനുള്ളതും അറിയാനുള്ളതുമായിട്ടുള്ള എല്ലാ വിവരങ്ങളും നമുക്ക് ഓൾറെഡി പഠിച്ചു തന്നിട്ടുണ്ട്. ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാ ഈ പുസ്തകം? ഓക്കെ, ഇനി തന്നിട്ടില്ല എന്നാണ് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ മതത്തിൽ നിന്ന് പുറത്താണ്. അപ്പോൾ നിങ്ങളെ തെറ്റായ വഴിയിലേക്ക് കൊണ്ടുപോകും. അപ്പോഴും ഈ പുസ്തകം കത്തിക്കണം. അപ്പോൾ ഈ കോൺസ്റ്റാന്റിനോപ്പോളും ആ ടർക്കികൾ ആക്രമിച്ച സമയത്തുള്ള അതേ മാനസികാവസ്ഥ തന്നെയാണ് ഇപ്പോഴും എന്നാണ് പറയുന്നത്? അതേ മാനസികാവസ്ഥയല്ല, അതിന് മുന്നിലാണ്. ഇത് മുഹമ്മദ് നബി എന്താണ് പറഞ്ഞത് അതാണ് ഇപ്പോഴും കൊണ്ടു നടക്കുന്നത്. മനസ്സിലായി? അപ്പോൾ ഇതാണ് ഇതിലെ വസ്തുത. അപ്പം ഞാൻ ഈ നവോത്ഥാനത്തിൻ്റെ കാര്യം പറയാൻ കാരണം, ഇന്ന് ഇതേ മുസ്ലിങ്ങൾ ഇങ്ങനെ ഒരു അവസ്ഥയിലായതുകൊണ്ട് ഇന്ന് അവർ പൊക്കിക്കൊണ്ടുവരും. ഇബ്നു സീനയെ പൊക്കിക്കൊണ്ടുവരും, അല്ലെങ്കിൽ അൽ റാസീനെ പൊക്കിക്കൊണ്ടുവരും, ഹവാരിസ്മീനെ പൊക്കിക്കൊണ്ടുവരും, അൽ ജിബ്ര കണ്ടുപിടിച്ചു എന്നൊക്കെ പറഞ്ഞു. അതല്ലെങ്കിൽ അങ്ങനെ കുറേ ആളുകൾ ഇസ്ലാമിക് ഗോൾഡൻ ഏജ് എന്നൊക്കെ പറഞ്ഞതുകൊണ്ട്, ഇസ്ലാമിക് ഗോൾഡൻ ഏജ് അല്ല, അത് അറബിക് ഗോൾഡൻ ഏജ് ആണ്. അറബി ഭാഷയിലേക്ക് ഒരുപാട് നോളജ് ഷെയർ ചെയ്യപ്പെടുകയും അത് തർജ്ജമ ചെയ്യപ്പെടും. ഇപ്പോൾ ഇവിടുന്ന് ഇന്ത്യ നടക്കമുള്ള സംസ്കൃതത്തിലുള്ള സാധനങ്ങൾ കൊണ്ട് അറബിയിലേക്ക് തർജ്ജമ ചെയ്യുന്നു. അങ്ങനെ ഒരു ഗ്രാൻഡ് പ്രൊജക്റ്റ് അന്ന് ഉണ്ടായിരുന്നു. അത് ഈ കോൺക്വസ്റ്റിൻ്റെ ഭാഗമായിട്ട് സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു കൊളാട്രൽ ഗുഡ് ഇഫക്റ്റ് ഓഫ് ഇസ്ലാമിക് കോൺക്വസ്റ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ ഈ ആളുകളെ അന്നത്തെ പണ്ഡിത സഭകൾ എന്തായിരുന്നു അവർ വിശേഷിപ്പിച്ചെന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. എന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ എങ്ങനെയാണ് നേരിടുന്നത്, അങ്ങനെയായിരുന്നു അവരെ നേരിട്ടിരുന്നത്. ഇപ്പോൾ അതിലൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഇബ്നു സീന, അവിസീന എന്നാണ് നമ്മൾ പറയുക, ഫാദർ ഓഫ് മെഡിസിൻ എന്നൊക്കെ പറയും. ഈ ഇബ്നു സീനയെ ഇവർ വിളിച്ചത് ലീഡർ ഓഫ് ദ കാഫിർ എന്നായിരുന്നു അന്ന് വിളിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, പക്ഷെ ഇന്ന് ഇതേ മുസ്ലിങ്ങൾ ഇത് മുസ്ലിം ശാസ്ത്രജ്ഞനാണെന്ന് പറഞ്ഞാണ് പൊക്കിക്കൊണ്ട് നടക്കുന്നത്. ഇതാണ് ഇവരുടെ കള്ളക്കളി എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്തുകൊണ്ട് ഇങ്ങനെ പറയേണ്ടി വന്നത്? അല്ലാതെ ഒരാളെ എടുക്കാനില്ല, ഒരാളെ പോലും മഷിയിട്ട് നോക്കിയാൽ കിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രശ്നം. അപ്പോൾ പിന്നെ ഇതിനെ സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി, ഇസ്ലാമിക് കോളേജിന് ഉണ്ടെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള കുറേ ആളുകളെ മതം മാറ്റി തിരിച്ച് മതത്തിലെ ആളുകളാക്കി മാറ്റും. ഇതാണ് സംഭവിക്കുന്നത്. ഇങ്ങനെ ഓരോ റാസിയെ വിളിച്ചിരുന്നത് ഇതേമാതിരി തന്നെയാണ്, ഒരു ഹെറിറ്റിക്, ദ ഹെറിറ്റിക് എന്നാണ് പുള്ളി അറിഞ്ഞത്. എന്തുകൊണ്ട് ഈ പറഞ്ഞ പോലെ ഇബ്നു സീനയുടെ കാര്യം പറഞ്ഞുകൊണ്ട് ഈ അലോപ്പതിക്കൊക്കെ എതിരാവണത്? ഇപ്പോൾ ലാസ്റ്റ് മന്ത് നമ്മൾ കണ്ടു, 3ാമത്തെ പ്രസവത്തിൽ മരിച്ച ഒരു പെൺകുട്ടിയുടെ അവസ്ഥയൊക്കെ. അപ്പോൾ അത്രയും പുഴുവരിച്ച നിലയിലായിരുന്നു ആ പെൺകുട്ടിയുടെ അവസ്ഥ. ഭർത്താവ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ല എന്നുള്ള ഇതൊക്കെ. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇയാളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇവർ മോഡേൺ മെഡിസിനെ എതിർക്കുന്നത്? ഒന്നാമത് അത് അലോപ്പതി അല്ല, മോഡേൺ മെഡിസിനാണ്. ഓക്കെ, അലോപ്പതി എന്ന് പറയുന്നത് ഹാനിമാൻ ഇട്ട ഒരു പേരാണ്, ഫാദർ ഓഫ് ഹോമിയോപ്പതി. ഈ അന്നത്തെ ഹോമിയോപ്പതിക്ക് വിരുദ്ധമായിട്ടുള്ള സാധനങ്ങള് പുള്ളി വിളിച്ചൊരു പേരാണ് അലോപ്പതി. അലോപ്പതി ഇന്ന് നിലനിൽക്കുന്നത് ആയുർവേദത്തിലാണ്. എന്ന് വെച്ചാൽ ഈ അട്ടയെ കൊണ്ട് കടിപ്പിക്കുക, ഛർദ്ദിപ്പിക്കുക, വയറിളപ്പിക്കുക, ഇതൊക്കെയാണ് അലോപ്പതി എന്ന് പറയുന്നത്. ഇത് ഇന്നത്തെ ആധുനിക വൈദ്യത്തിലില്ല. അല്ല, അത് ഇന്ന് നമ്മൾ തെറ്റിദ്ധരിച്ച് വിളിക്കുന്നതാണ്. ഈ ലോകത്ത് വേറെ എവിടെ അങ്ങനെ വിളിക്കുന്നില്ല. അത് ഈ ഇന്ത്യയിൽ ആണ് ഏറ്റവും കൂടുതൽ അങ്ങനെ ഉപയോഗിക്കപ്പെടുന്നത്. അലോപ്പതി എന്ന് പറഞ്ഞ ഒരു വാക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധനം ഇല്ല. ആ സിസ്റ്റം നിലനിന്നിരുന്നു. ആ സിസ്റ്റം എന്താണ്? അട്ടയെ കൊണ്ട് കടിപ്പിക്കുക, ഛർദ്ദിപ്പിക്കുക, വയറിളക്കിക്കുക, ഇങ്ങനെയുള്ള സാധനങ്ങളാണ്. ഇതെവിടെയാണ് നിൽക്കുന്നതെന്ന് പഞ്ചകർമ്മ എന്ന് പറഞ്ഞ് നമ്മൾ പറയും. അപ്പോൾ സത്യത്തിൽ അതാണ് അലോപ്പതി എന്ന് പറയുന്നത്. അതാണ് ഒരു തിരുത്തതാണ്. ഇനി ആധുനിക വൈദ്യത്തോടുള്ള എതിർപ്പ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കുറേ കാരണങ്ങളുണ്ട്. അതിൽ ഞാൻ എടുത്തു പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ഈ പ്രസവത്തിൻ്റെ വിഷയമൊക്കെ വന്നപ്പോഴാണെങ്കിലും ഇതിലൊക്കെ ഇരകളാവുന്നത് മുസ്ലിം സ്ത്രീകളാണ്. എന്നുവെച്ചാൽ മുസ്ലിം കുടുംബങ്ങളാണ്, അതിന് നേതൃത്വം കൊടുക്കുന്ന ഒരു മുസ്ലിം പുരുഷനാണ്. ഈ മുസ്ലിം പുരുഷന്മാരുടെ മുഖം നോക്കിയാൽ കാണാം, ഒറ്റ എണ്ണത്തിലും മീശ ഇല്ലാതെ താടിയുണ്ട്. അപ്പോൾ അവിടെ ഒരു കാര്യം വ്യക്തമാണ്, ഇവർക്ക് മതം തലയിലുണ്ട്.
ഓക്കെ, ഞാൻ പറയുന്ന ഒരു സ്കെയിലാണത്. ഒരു വ്യക്തിക്ക് മതം എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ വേണ്ടി അവൻ്റെ മുഖത്ത് എത്രത്തോളം മീശ ഉണ്ടെന്ന് നോക്കിയാൽ മതി. മീശ കൂടുകയും താടി കുറയുകയും ചെയ്താൽ അത് ഒരു നോർമൽ റേഞ്ചാണ്. അതേസമയം താടി കൂടുകയും മീശ കുറയുകയും ചെയ്താൽ അതൊരു പ്രശ്നമാണ്. താടിയും മീശയില്ലെങ്കിലോ? അത് കുഴപ്പമൊന്നുമില്ല. താടി മീശ ഉള്ളപ്പോൾ ഇതിൽ രണ്ടും ഈക്വൽ ആവണം. അത് ഒന്ന് കൂടെ ഒന്ന് കുറയുകയും ചെയ്യുന്നതിനനുസരിച്ച് ഇതിന്റെ വ്യത്യാസം വരും. ഇതാണ് അതിന്റെ പ്രശ്നം. അപ്പോ ഈ ആളുകളുടെ പ്രശ്നം എന്താണ്? അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഇസ്ലാമിലെ ഹിജാബ് നിയമമാണ്. ഹിജാബ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിൽ തട്ടമാണ് വരിക. തട്ടം ഹിജാബിന്റെ നിയമത്തിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ്. ഓക്കെ, ഹിജാബ് എന്ന് പറഞ്ഞാൽ മറ എന്നാണ് അർത്ഥം. അല്ല, കേൾക്കൂ, ഹിജാബ് എന്ന് പറഞ്ഞാൽ മറയാണ്, മറ നിയമമാണ് അത്. ഓക്കെ, ആ മറ നിയമത്തിൽ പല കാര്യങ്ങളുണ്ട്. അതിലാണ് ഒന്നാണ് പർദ, 2 ജനല്, 3 വാതില്, 4 സ്ത്രീകൾ വീട്ടിലിരിക്കല്, 5 പെണ്ണുങ്ങൾ പുറത്തിറങ്ങരുത് എന്ന് പറയുന്ന സാധനം, വണ്ടി ഓടിക്കരുത്. അപ്പോൾ ഇതൊക്കെ ഹിജാബ് നിയമത്തിന്റെ ബാക്കിയാണ്. അതിൽ നമ്മളിവിടെ ചർച്ചയാക്കുന്നത് ഈ പർദയും നിക്കാബും തലേ തട്ടവും മാത്രമാണ്. ഇതാണ് ഇതിന്റെ പ്രശ്നം. ഇത് ഹിജാബ് നിയമം ഈസ് ഈക്വൽ ടു ദ മെഷർ ഓഫ് ചാസ്റ്റിറ്റി ഓഫ് എ വുമൻ. ഇതാണ് അതിന്റെ ഉദ്ദേശം. അപ്പോൾ ഒരു സ്ത്രീ എത്രത്തോളം വഴിപഴച്ചവളാണ് എന്നളക്കാനുള്ള സാധനമാണ് ഈ ഹിജാബ്. എന്ന് വെച്ചാൽ ഒരു സ്ത്രീ തലേ തട്ടവിടാതെ നടക്കുന്നുണ്ടെങ്കിൽ അവൾ വേശ്യയാണ്. ഇതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. ഒരു സ്ത്രീ ഒരു വേശ്യയാണെന്ന് തന്നെ കൂട്ടുക, എന്നാലും തലേ തട്ടിടുന്നുണ്ടെന്ന് വിചാരിക്കുക, അപ്പോഴും അവൾ ചാസ്റ്റിറ്റി ഉള്ള ആളായിട്ട് വിലയിരുത്തപ്പെടും. ഇതാണ് ഇസ്ലാമിന്റെ നിയമം. ഓക്കെ, ഇതാണ് അതിന്റെ ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള സാധനം. ഇത് ഇസ്ലാമിന്റെ വാക്കുകളാണ്. എനിക്ക് ഈ വാക്കുകളോടൊന്നും യോജിപ്പുള്ള കാര്യമല്ല, പക്ഷെ ഇതാണ് പറയുന്നത്. ഇനി ഈ സാധനം ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു തട്ടം ഇടുന്നു എന്ന് പറയുന്ന ഒരു വിഷയത്തിന്റെ പേരിലാണ് നമ്മളിവിടെ പറയുന്നുണ്ടെങ്കിലും ഇത് സ്ത്രീകൾ പുരുഷന്മാരിൽ നിന്നും സെഗ്രിഗേറ്റ് ചെയ്യാന്നുള്ള ഒരു ഗ്രാൻഡ് ലക്ഷ്യം ഇതിനുണ്ട്. ഓക്കെ, ആ ഗ്രാൻഡ് ലക്ഷ്യം നടപ്പിലാക്കണമെന്നുണ്ടെങ്കിൽ അതിലേറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു പോയിന്റാണ് ഒരു സ്ത്രീയുടെ പ്രസവം എന്ന് പറയുന്ന ഒരു വിഷയം വരുന്നത്. അവിടെ പുരുഷന്മാരുണ്ടാവും. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഒരു സിംസാറുൽ ഹക്ക് ഹുദവി സംസാരിക്കുന്ന ഒരു സാധനം കേട്ടിട്ടുണ്ടാവും. അതായത് പുരുഷ ഗൈനക്കോളജിന്റെ അടുത്ത് പോകാൻ പാടില്ല എന്ന് പറയും. അപ്പോൾ പുരുഷ ഗൈനക്കോളജിസ്റ്റ് മാത്രമല്ല, ഒരു സ്ത്രീ, നിങ്ങളുടെ ഭാര്യ ഗർഭിണിയാകുമ്പോൾ അവൾ കാണേണ്ടത് മുസ്ലിം ഗൈനക്കോളജിസ്റ്റിനെ കാണുന്നതാണ് പറയാം. അതാണായാലും പെണ്ണായാലും കുഴപ്പമില്ല. മുസ്ലിം പെൺ ഗൈനക്കോളജിസ്റ്റ്. ഓക്കെ, തെറ്റിപ്പോയി. ഇനി മുസ്ലിം പെൺ ഗൈനക്കോളജിസ്റ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ അമുസ്ലിമായ പെൺ ഗൈനക്കോളജിസ്റ്റ്. ഓക്കെ, ഇനി അതും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ മുസ്ലിമായ ആൺ ഗൈനക്കോളജിസ്റ്റ്. ഓക്കെ, ഇനി അതും നടത്തില്ല എന്നുണ്ടെങ്കിൽ മാത്രമാണ് അമുസ്ലിമായ ആൺ ഗൈനക്കോളജിസ്റ്റിന്റെ അടുത്തേക്ക് പോകാൻ പാടുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു നിയമം വെച്ച് ഇത് പോയാൽ എന്താ കുഴപ്പം? ഇത് പോയാൽ ആ സ്ത്രീക്ക് മാത്രമല്ല പ്രശ്നം. ഓക്കെ, ഇങ്ങനെ ഒരു അമുസ്ലിമായ അല്ലെങ്കിൽ അമുസ്ലിമായ ഒരു പുരുഷ ഗൈനക്കോളജിസ്റ്റിന്റെ അടുത്തേക്ക് സ്വന്തം ഭാര്യയെ പ്രസവത്തിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പറഞ്ഞു വിടുന്ന ഒരു പുരുഷന് കുറ്റമുണ്ട്. ആ പുരുഷനും ഇത് കാരണം നരകത്തിലേക്ക് പോകും. ഇതാണ് ഇതിന്റെ പ്രശ്നം. അപ്പോൾ ഈ വിഷയത്തിലെല്ലാം ഒരു പുരുഷൻ അവിടെ ഉള്ളത് നമ്മൾ കണ്ടു. അപ്പോൾ അതിന് കാരണം ഈ നരകഭയം, ഈ ഹിജാബ് നിയമം നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു വ്യഗ്രത, അതാണ് അവിടെ കാണുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് പ്രസവിച്ചല്ലേ പറ്റുള്ളൂ എന്തായാലും. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? ഇതിന് അടുത്ത വഴികൾ നോക്കും. ആ വഴികളിലേക്ക് എത്തിച്ചെല്ലുമ്പോഴാണ് ഇവിടെ ഇതുപോലുള്ള മറ്റുള്ള കപടശാസ്ത്രങ്ങളിലേക്ക് ചെന്നുപെടുന്നത്. അപ്പോൾ ഇതെങ്ങനെ തടയാന്നുള്ളതാണ് നമ്മളുടെ വിഷയം. ഈ തടയാനുള്ള വഴി എന്ന് പറയുന്നത് കപടശാസ്ത്രങ്ങൾ ഇതേപോലെ അവൈലബിൾ ആക്കാതിരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഓക്കെ, രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കുറേയും കൂടിയും ഫീമെയിൽ ഫ്രണ്ട്ലി ആക്കി മാറ്റുക എന്നുള്ളതാണ്. ഓക്കെ, ഈ ഇതുപോലുള്ള നമ്മളുടെ ഹോസ്പിറ്റലുകൾ അതൊരു വലിയ പ്രശ്നം തന്നെയാണ്. പരിചയമുണ്ടോയെന്ന് എനിക്കറിയില്ല. കാരണം അവിടെ ഇപ്പം നമുക്ക് വിദേശങ്ങളിലുള്ള ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, അവരെ ബന്ധുക്കൾ കൂടെ നിൽക്കാം, ഭർത്താവ് കൂടെ നിൽക്കാം. ഏറ്റവും സ്ത്രീ ചിലപ്പോൾ ആഗ്രഹിക്കുന്ന ഭർത്താവ് കൂടെ ഉണ്ടാവുമെന്ന് ഒക്കെ ആയിരിക്കും. പക്ഷെ അതൊന്നും ഇവിടെ പലപ്പോഴും നടക്കില്ല. ഇപ്പം മലപ്പുറത്തൊക്കെ ചില ഹോസ്പിറ്റൽസിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ പുറത്തുതന്നെ എഴുതിയ പുരുഷന്മാർക്ക് പ്രവേശനമില്ല എന്ന് പച്ചക്ക് എഴുതി വെച്ചിരിക്കുകയാണ്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഉണ്ടാകുമ്പോൾ ഇത് ഫീമെയിൽ ഫ്രണ്ട്ലി അല്ല പലപ്പോഴും. അതാണ് ഇതിന്റെ ഒരു പ്രശ്നം. ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ മാറ്റം കൊണ്ടുവരാൻ ഈ യൂണിഫോം സിവിൽ കോഡ് വന്നാൽ എന്തെങ്കിലും നടക്കും? ഇത് യൂണിഫോം സിവിൽ കോഡായിട്ട് ബന്ധമൊന്നുമില്ല. ഇത് ശാസ്ത്രീയ മനോവൃത്തി ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇതുപോലെ സാധനങ്ങൾ ഉപയോഗിക്കാതിരിക്കുക, ഇത് ചെയ്യുന്ന ആളുകളെ ശിക്ഷിക്കുക, അതാണ് ഇതിൽ ചെയ്യേണ്ടത്. ഇതുപോലെയുള്ള പണി, ഈ അക്യുപങ്ക്ചർ എന്ന് പറയുന്ന സാധനം ഇത്രയും ഡാമേജ് ഉണ്ടാക്കിയിട്ട് ഇവിടുത്തെ ഗവൺമെന്റ് ആണെങ്കിൽ ഈ ഇതുപോലെയുള്ള സംഗതികൾ ഏർപ്പെടുത്തുന്ന അല്ലെങ്കിൽ അതിന് ഇവിടെ നടക്കുന്നു എന്ന് അറിഞ്ഞിട്ടും ആ സംഘടനയെ പിടിച്ചടക്കാനോ എന്തെങ്കിലും ഇവിടെ ഇറങ്ങി തിരിച്ചിട്ടുണ്ടോ? ഇല്ല. അതാണ് ഇവിടെ നടക്കാത്തത്. അവരെ ശിക്ഷിച്ചിട്ടില്ല. IMA അല്ലെങ്കിൽ മെഡിക്കൽ സംഘടനകളോ ഒന്നും തന്നെ അതിനകത്തേക്ക് ഇറങ്ങിയിട്ടില്ല. ഇനി ഇതിൽ പ്രശ്നം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ ഒരു കുട്ടി മരിച്ചാൽ, ഇപ്പൊ നമ്മള് വലിയ തോതിൽ കൊട്ടിഘോഷിച്ച് പറയുന്നതാണ് കേരളം ശിശു മരണ നിരക്കിൽ വലിയ മുന്നിലാണ്, അമേരിക്കയുടെ കണക്കാണ്, അമേരിക്ക നമ്മുടെ പിന്നിലാണെന്നൊക്കെയാണ് നമ്മൾ പറയാം.
ഇതിൽ ഇങ്ങനെ ഒരു കുട്ടി മരിച്ചാൽ ഇത് നമ്മുടെ ഈ കണക്കിനാണ് ബാധിക്കുക. ഓക്കെ, അപ്പൊ കേരളത്തിലെ കണക്കിനെ ബാധിച്ചാൽ അത് ഇന്ത്യയുടെ കണക്കിനെ ബാധിക്കും, ഇന്ത്യയുടെ കണക്കിനെ ബാധിച്ച സൗത്ത് ഏഷ്യയുടെ കണക്കിനെ ബാധിക്കും, അത് ലോകത്തിന്റെ കണക്കിനെയാണ് ബാധിക്കുന്നത്. ഇതൊരു WHO വരെ ഇതിന്റെ റിപ്പിൾസ് എത്തും. അതാണ് ഇതിന്റെ ഒരു മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഇത് അല്ലാതെ നമ്മളുടെ ഏതെങ്കിലും മലപ്പുറത്തെ ഏതെങ്കിലും ഒരു പട്ടിക്കാട്ടിൽ നടക്കുന്ന ഒരു സാധനമല്ല ഇത്. ഇതിനൊരു ഗ്ലോബൽ ഇമ്പാക്റ്റ് ഉണ്ട്. ഇത് ശിശുമരണം ഇതൊക്കെ അവോയ്ഡബിൾ കോസ് ആണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ ഒരാള് നടന്നു പോകുമ്പോൾ തലയിൽ ഇടിവെട്ടിച്ചാവണം നമുക്ക് മനസ്സിലാക്കാം, അത് നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയായ രീതിയിൽ ചികിത്സ കൊടുത്തു കഴിഞ്ഞാൽ കുറയ്ക്കാൻ പറ്റും എന്ന് കൃത്യമായിട്ട് അവിടെ സ്റ്റാറ്റിസ്റ്റിക്കൽ എവിഡൻസ് ഉള്ള സാധനങ്ങളാണ്. അതുകൊണ്ടാണല്ലോ ശിശു മരണ നിരക്ക് എന്ന് നമ്മൾ പറയുന്നത്. അതൊരു ആവറേജ് ആണ്. ആ സാധനത്തെയാണ് നമ്മൾ പറയുന്നത്. ഇവരെ പോലുള്ള ആളുകൾ ഇത് നമ്മൾ പറയുമ്പോൾ അപ്പോൾ ഹോസ്പിറ്റലിൽ ആരും മരിക്കുന്നില്ല എന്നാണ് ചോദിക്കുക. ഇവർക്ക് ഇതിന്റെ ബേസിക് മനസ്സിലാവാതുണ്ട്. ഈ കണക്കുകൾ നമ്മൾ പറയുമ്പോൾ അത് സ്റ്റാറ്റിസ്റ്റിക്സ് ആയിട്ട് പറയുന്ന അതൊരു ബ്ലോക്കാണ്, ഒരു മെന്റൽ ബ്ലോക്കാണ്. അത് കൂടുതൽ മദ്രസയെ പഠിച്ചാൽ കൂടും എന്നാണ് ഞാൻ പറയാം. അപ്പൊ അതൊരു പ്രശ്നം തന്നെയാണ്. ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ഒരു ഫാലസി ഇവർക്ക് വരും. അതൊരു ന്യായവൈകല്യമാണ്, അവർക്കത് മനസ്സിലാവില്ല. അപ്പൊ ഈ ഹെൽത്ത് സെക്ടറിന്റെ കാര്യം നമ്മൾ സംസാരിക്കുന്നുണ്ട് പറയും. ഇപ്പോൾ ആരിഫ് ഹുസൈൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഞാൻ വോട്ട് ചെയ്തത് LDFനാണ്, അല്ലെങ്കിൽ അവരുടെ പ്രകടന പത്രികയിൽ എന്താണോ പറഞ്ഞിട്ടുള്ളത് അതിനെ അടിസ്ഥാനപ്പെടുത്തി എന്തൊക്കെയോ എഴുതിയിരിക്കുന്നത് ഞാൻ ഫേസ്ബുക്കിൽ കണ്ടു. അപ്പോൾ ഈ വെൽഫെയർ സ്കീംസ് എന്ത് തന്നെയായാലും നമ്മുടെ കേരളത്തിൽ ഒരു ശീലം ഉണ്ടായിരുന്നു, 5 വർഷം ഒരു പാർട്ടി, 5 വർഷം മറ്റേ പാർട്ടി. അപ്പൊ എന്ത് സ്കീം തുടങ്ങി വെച്ചാലും അത് തുടങ്ങാനുള്ള ഭാഗ്യമേ ചിലപ്പോൾ ഈ പാർട്ടിക്ക് ഉണ്ടാവുള്ളൂ, അത് എൻഡ് ചെയ്യുക മറ്റേ പാർട്ടി. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇന്ന പാർട്ടിക്കാർ ഇന്നത് ചെയ്തു അല്ലെങ്കിൽ ഇവർ കൂടുതൽ ചെയ്തു എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ നോക്കുകയാണെങ്കിൽ 10 വർഷം കണ്ടിന്യൂസ് ഭരണത്തിൽ ഇരുന്നതാണ് ഇപ്പോൾ പിണറായി സർക്കാർ. 10 വർഷം കൊണ്ട് പിണറായി സർക്കാർ നമുക്ക് തന്ന പ്രോജക്ട്സ്, സ്കീംസ്, അതൊക്കെ അതിലേക്കൊക്കെ ആകർഷണമായിട്ടായിരിക്കണമല്ലോ വീണ്ടും LDFന് കുത്തിയത്. എന്തൊക്കെയായിരിക്കും ആരിഫിന് പറയാനുള്ളത്? ഇതിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പ്രൊജക്ട് മാത്രം എടുത്തു നോക്കിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധനം അത് മാത്രമല്ല ഇതിന്റെ ഒരു വിഷയമായിട്ട് ഞാൻ എടുക്കുന്നത്. ഇതൊരു സ്റ്റെബിലിറ്റി ഇഷ്യൂ ആണ് പ്രധാനമായിട്ട്. പിന്നെ നമ്മൾ ഓൾട്ടർനേറ്റീവ്സ് എന്താണ് ഇവിടെ വെക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പൊ ഇലക്ഷൻ എന്തായാലും വരും, 5 വർഷം കൂടുമ്പോൾ വരുന്ന സാധനം. ആ വരുന്ന സമയത്ത് ഇനി കയറാൻ പോകുന്ന ആളുകൾ എന്താണ് പ്രൊജക്ട് ചെയ്യുന്നത്, ഇതൊരു വലിയ പ്രശ്നമാണ്, ഒരു ചോദ്യമായിട്ട് വരുന്നത്. ഞാൻ അതാണ് അവിടെ ചെയ്തത്. എന്ന് വെച്ചാൽ ഈ ഇലക്ഷൻ മാനിഫെസ്റ്റോ നമ്മൾ നോക്കും. ഇലക്ഷൻ മാനിഫെസ്റ്റോ ആർക്കും കംപ്ലീറ്റ് ആക്കാൻ പറ്റാറില്ലല്ലോ, പറഞ്ഞ പോലെയൊക്കെ ചെയ്യാറുണ്ട്. അല്ല, അതിലൊക്കെ വരുന്നത് അതായത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തത് LDFന് മാത്രമോ അല്ലെങ്കിൽ UDFന് മാത്രമോ BJPക്ക് മാത്രമോ ഒന്നുമല്ല. അതാണ് നമ്മൾ അതിൽ പറയുന്നത്. ലോകം മുഴുവൻ ലോകം മുഴുവൻ നമ്മൾ പറഞ്ഞു ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പറ്റുന്നതേ എഴുതാറുള്ളൂ. നമ്മുടെ പ്രശ്നം അത് തന്നെയാണ്. അതാണ് ഇതിൽ അല്ല, അതാ പറയട്ടെ. അതായത് ഇതിലെ പ്രശ്നം അത് തന്നെയാണ്. അതായത് മാനിഫെസ്റ്റോ എന്ന് പറയുന്നത് സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. ഓക്കെ, സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ അത് വെൽ പ്രസന്റ് ചെയ്യണം. 1. 2, പ്രസന്റ് ചെയ്യുന്ന സമയത്ത് നടപ്പിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ പറയണം. ഇത് ചുമ്മാ ആളുകളെ പറ്റിക്കാൻ വേണ്ടി മീഡിയ വോട്ട് ചെയ്യുന്ന ആളുകൾ ഇപ്പൊ മാനിഫെസ്റ്റോ വായിക്കുന്നൊന്നുമില്ല. പക്ഷെ ഇതൊരു മീഡിയ ഒരു സ്റ്റണ്ടായിട്ട് മാറും. അവരത് ചെയ്തു, ഇവര് ചെയ്തു, കമ്പയർ ചെയ്യുന്നു. ഇതാണ് ഇതിൽ സംഭവിക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ പോലും LDFന്റെ കാലഘട്ടത്തിൽ ചെയ്ത കാര്യങ്ങൾ നമ്മൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറെ കാര്യങ്ങൾ അവർ മുന്നേ പറഞ്ഞത് അവർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതാണ് ഇതിലൊരു വിഷയം. ഇനി UDFന്റെയും BJPയുടെയും കാര്യങ്ങൾ അതിനകത്ത് നോക്കുമ്പോൾ അതിലെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BJP പലതും നടപ്പിലാക്കുന്നു എന്ന് പറയുമ്പോൾ BJP ഓൾറെഡി പല സംസ്ഥാനങ്ങൾ ഓൾറെഡി ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ പോലും അവർ ഭരണത്തിലുണ്ടായിട്ട് നടപ്പിലാക്കാത്ത കാര്യങ്ങളാണ് ഇവിടെ നടപ്പിലാക്കാൻ പോകുന്നു എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഒരു മൈനസ് മാർക്കാണ്. അതാണ് ഒരു പ്രശ്നം. 2, UDFന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അവരും ഇതുപോലെ അവകാശവാദങ്ങൾ ഉന്നയിച്ചിട്ട് അവർക്ക് നടപ്പിലാക്കാൻ പറ്റാത്ത കാര്യമാണ്. അവിടെ LDF ഇവിടെ മാത്രമേ ഉള്ളൂ. എന്നിട്ടും അവർ പറഞ്ഞതിൽ ഇനി 50% നടപ്പിലാക്കിയ പോലും അതൊരു പ്ലസ് ആണ്. ഓക്കെ, UDFും BJPയും പല സ്ഥലങ്ങളിലും ഉണ്ടായിട്ടും അവർക്ക് നടപ്പിലാക്കാൻ പറ്റിയിട്ടില്ല. ഇതാണ് അതിലൊരു വിഷയം. 2, ഈ പറഞ്ഞ സാധനങ്ങൾ ഇതിന്റെ ഒരു സ്വഭാവം. അതിലൊരു പ്രധാനപ്പെട്ട സാധനമാണ് ഇവരെല്ലാവരും ഒരേപോലെ അഡ്രസ് ചെയ്യുന്നതാണ് യൂത്ത് പ്രശ്നം. അതായത് ഈ ബ്രെയിൻ ഡ്രെയിൻ ഉണ്ട്, അത് തടയണം എന്നൊക്കെ പറയും. എന്നാൽ അവർക്ക് വേണ്ടിയിട്ട് എന്താണ് ഇതിനകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്നത്? അങ്ങനെ നോക്കുമ്പോൾ ഇതിനകത്ത് UDF കൂടുതലും ഓൾഡ് ഏജ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സാധനങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് പറഞ്ഞതിൽ കൂടുതലും ഓൾഡ് ഏജിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ എന്താണ് അതിൽ സംഭവിക്കുന്നത്? ഇത് പെൻഷൻസ് ആയിട്ടും അതുപോലെ. അപ്പോൾ നമ്മൾ ഇതിന് എവിടുന്നാ കാശ് വരിക? അതാണ് ഇതിലെ പ്രശ്നം വരുന്നത്. അപ്പോൾ ഒരു സാധനം നമ്മൾ ഫ്രീ ബി ആയിട്ട് കൊടുക്കുന്നു എന്ന് വരുമ്പോൾ ഈ ഫ്രീ ബി എന്ന് പറയുന്നതും അതും ഒരു എക്സ്പെൻസ് ഉള്ള സാധനം തന്നെയാണ്. അത് ഇവിടെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്, വേറെ എവിടുന്നോ കാശ് എടുത്തിട്ടാണ് അതിന് കൊടുക്കുന്നത്. അപ്പൊ ഈ കാശ് എവിടുന്ന് വരുന്നു എന്നുള്ളത് ഇവർ പറയുന്നില്ല. അപ്പോൾ UDFന്റെ മാനിഫെസ്റ്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇമ്മീഡിയറ്റ് സൊല്യൂഷൻ ആയിട്ട് കൊടുക്കുന്ന ഒരു സാധനമാണ്. ഒരു സ്പ്രേ പെയിന്റ് എഫക്റ്റ് ആണ് വരിക. അതായത് ഒരു 2 വർഷത്തിനുള്ളിൽ കയ്യിലുള്ള കാശ് മുഴുവൻ അടിച്ചു പൊളിച്ച് തീർക്കാനുള്ള ഒരു മാനിഫെസ്റ്റോ ആണ്, അല്ലെങ്കിൽ അത്തരം പ്രൊജക്ട്സ് ആണ് അവർ മുന്നോട്ട് വെക്കുന്നത്. ഈ പല ന്യായ അത് ഇതെന്നൊക്കെ പറയുന്ന സാധനങ്ങൾ.
അതാണ് UDFന്റെ പ്രശ്നം. BJPയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഫ്രീ ബി ഒക്കെ കുറവാണ്, പക്ഷെ അവർക്കും ഉണ്ട് ഈ പറയുന്ന ഫ്രീ ബി പാക്കേജിംഗ് എന്ന് പറയുന്നത്. അപ്പോഴും പ്രശ്നം ഇതിന്. പക്ഷെ അവരുടെ മാനിഫെസ്റ്റോ കുറച്ചുകൂടി വെൽ സ്ട്രക്ചേർഡ് ആണ്. അതാണ് നമ്മൾ അതിൽ പറഞ്ഞിരിക്കുന്നത്. അത് മാനിഫെസ്റ്റോയുടെ ക്വാളിറ്റി മാത്രമാണ്, മറ്റതൊക്കെ വേറെ. അതിലവർ പറയുന്നത് കുറച്ചുകൂടിയും അതിന് ഇൻകം ഉണ്ടാക്കുന്ന വഴികളെ കുറിച്ച് അവർ പറഞ്ഞു വെക്കുന്നൊക്കെ ഉണ്ട്. പക്ഷെ അപ്പോഴും അത് ചെയ്ത് കാണിച്ചിട്ടില്ല. ഇനി LDFന്റെ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിലും ഫ്രീ ബി ഉണ്ട്, ഈ പെൻഷനെ കുറിച്ചൊക്കെ പറയുന്നത്. പക്ഷെ അവരുടെ മൊത്തത്തിലുള്ള ഒരു ഡിറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കൂടി യൂത്ത് ഫ്രണ്ട്ലി ആണ്. പക്ഷെ ഒരുപാട് കടം വരുത്തി വെച്ചിട്ടില്ലേ LDF സർക്കാർ? അതെ, അതുണ്ട്. അതാണ് ഇതിലെ പ്രശ്നം. അത് നമ്മളിതിൽ പറയുന്നു. അതിന് അവർക്ക് ന്യായീകരണങ്ങളില്ല. അപ്പൊ ഇത് നമ്മൾ പറയുന്നത് ദ പെർഫെക്റ്റ് സൊല്യൂഷൻ ആണെന്നല്ലല്ലോ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. 3 ബാഡ് ഓപ്ഷൻസ് ആണ്. 3 ബാഡ് ഓപ്ഷൻസ്. അതിലൊരെണ്ണം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള ഒരു എന്താ പറയാ ദുരവസ്ഥ. ഓക്കെ, ഇതിലെ ഒരെണ്ണത്തിന് തിരഞ്ഞെടുക്കേണ്ടി വരുമ്പോ എന്തെന്നുള്ളതാണ്. അതിൽ UDFന്റെ ഭാഗത്തും BJPയുടെ ഭാഗത്തും LDFന്റെ ഭാഗത്തുള്ള പ്രശ്നങ്ങളും ഗുണങ്ങളും എല്ലാം നമ്മൾ പറയുന്നു. എന്നിട്ട് നമ്മളൊരു ചോയ്സിലേക്ക് പോവാം. അതാണ്. പിന്നെ ഇതിലിപ്പോ LDFന്റെ നമ്മൾ പറയുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് വരുന്നത് 2 കാര്യങ്ങൾ. ഒന്ന് അഴിമതി, 2 ഇതിലെ ഈ ഫ്രീഡം അതിനകത്ത് അഫക്റ്റഡ് ആവുന്നു എന്നുള്ളതാണ് പ്രശ്നം. കാരണം LDFന്റെ ഒരു പൊതു സ്വഭാവം അതാണ്. അത് കൂടുതൽ പവറിൽ നിൽക്കും തോറും അത് ഫ്രീഡമിനെ അഫക്റ്റ് ചെയ്യും. അതാണ് അതിൻ്റെ ഒരു പ്രശ്നം വരുന്നത്. അത് ഓൾറെഡി ഉണ്ട്. പത്രസ്വാതന്ത്ര്യമൊക്കെ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ മോദി മാത്രമേ വരുള്ളൂ. യഥാർത്ഥത്തിൽ ഇവിടെ ഈ മീഡിയ വേട്ട നടത്തിയതിൽ വലിയൊരു പങ്ക് ഇവിടുത്തെ LDF സർക്കാരിനുണ്ട്. അതേപോലെ കറപ്ഷന്റെ കാര്യമാണെങ്കിലും അതൊക്കെ തന്നെ. പക്ഷെ അത് കണ്ടെയ്ൻ ചെയ്യാൻ എന്താണ് വഴി എന്നുള്ളത് കൃത്യമായിട്ട് ഒരു പാർട്ടിയും പറയുന്നില്ല. ഓക്കെ, LDF നമ്മൾ കുറ്റം പറയുന്നു, പക്ഷെ UDF എന്താണ് അതിന് വേണ്ടി വെക്കുന്നത്, BJP എന്താണ് വെക്കുന്നത്? അവിടെയും എല്ലാവരും അതിൽ ഫെയിലിയർ ആണ്. അപ്പോൾ എല്ലാ പാർട്ടികളും ഒരേപോലെ ഫെയിലിയർ ആവുന്ന ഒരു മേഖല, 2 മേഖലയാണ്. ഒന്ന് ഫ്രീഡം, 2 ഈ കറപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ഗോൾഡ് മൈൻ ആണ് ഈ ഭരണം എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ടുള്ളൊരു വടംവലി. പക്ഷെ ജനങ്ങൾ അതിനകത്തൊരു ചോയ്സ് എടുത്തേ പറ്റുള്ളൂ. അതാണ്. അപ്പൊ നമ്മളിപ്പോ ഒരു ഭരണമാറ്റം ഉണ്ടാവുന്നതിനേക്കാൾ നല്ലത് തുടർച്ചയാണെന്ന് പറയുന്നതിന്റെ കാരണം ഈ 3 ബാഡ് ഓപ്ഷൻസ് ഉള്ളതിൽ കുറച്ച് ബെറ്റർ എന്ന് മാത്രമല്ല, ഏറ്റവും കൂടുതൽ കുത്തിത്തിരിപ്പുണ്ടാക്കുകയും പ്രതിപക്ഷത്തിരുന്ന നാട് സ്തംഭിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ LDF പ്രതിപക്ഷത്തിരിക്കുമ്പോഴാണ് ഉണ്ടാവുക. അതാണ് പ്രശ്നം. ഒരു സ്റ്റാഗ്നേഷൻ ആണ് ഉണ്ടാവുക. അതിപ്പോ UDFകാരോട് തന്നെ ചോദിച്ചാൽ അറിയാം. സ്ഥലം ഏറ്റെടുപ്പ് അത് UDF നടത്താൻ കഴിയില്ല. കാരണം എന്താണ്? LDF സമ്മതിക്കില്ല. അപ്പോ ഇവര് ഭരണത്തിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഡെവലപ്മെന്റൽ പ്രോജക്ട്സ് കംപ്ലീറ്റ് ചെയ്യാൻ കുറേ കൂടി എളുപ്പമാണ്. അതിനിപ്പോ സ്റ്റേറ്റ് കൊണ്ടുവന്നാലും സെൻട്രൽ കൊണ്ടുവന്നാലും അത് നടപ്പിലാക്കുക എന്നുള്ളതാണ് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആവശ്യം. ആ ഒരു കൺവീറ്റി കിട്ടാൻ നല്ലത് അവർ ഭരണപക്ഷത്ത് ഇരിക്കുന്നത് തന്നെയാണ്. ഓക്കെ, അതുകൊണ്ടാണ്. മാത്രമല്ല സ്റ്റാഗ്നേഷൻ ഉണ്ടാവില്ല. അപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് പോകുമ്പോൾ ഞാൻ താങ്കൾ പറഞ്ഞൊരു കോട്ട് കണ്ടതാണ്. അതായത് 60 വർഷം ഭരിച്ച കോൺഗ്രസിനേക്കാളും കൂടുതൽ 15 വർഷം ഭരിച്ച BJP എന്തൊക്കെയോ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. എന്തൊക്കെയാണ് BJP ചെയ്തത്? BJP ചെയ്തിട്ടുണ്ട് എന്നല്ല ഞാൻ പറഞ്ഞത്. BJP ചെയ്തതായിട്ട് അവർക്ക് പ്രൊജക്ട് ചെയ്യാൻ സാധിച്ചു എന്നാണ് പറഞ്ഞത്. ആ പെർസെപ്ഷൻ അവർക്ക് ഉണ്ടാക്കാൻ പറ്റി. അതാണ് അതിലുണ്ടാവുന്നത്. ആ പെർസെപ്ഷൻ എങ്ങനെയാണ്? PR വർക്കുകളിലൂടെയാണോ? അതെ, PR വർക്ക് ഉണ്ട്, കാണാം. അതാണ് അതിലെ കാര്യം. ഇപ്പൊ നമ്മള് ഇപ്പൊ പറയും കോൺഗ്രസ് ഭരിച്ചിരുന്നപ്പോ ചെയ്ത സാധനങ്ങൾ എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര പേർക്ക് എണ്ണിയെടുക്കാൻ പറ്റും കാര്യങ്ങൾ? അതായത് BJP വരുന്നതിന് മുന്നേ 70 വർഷം ഭരിച്ച കോൺഗ്രസ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള നല്ല കാര്യങ്ങൾ എന്തൊക്കെ, നാടിന് ഗുണമുള്ള കാര്യങ്ങൾ എന്തൊക്കെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എണ്ണിയെടുക്കാൻ വലിയ കഷ്ടപ്പാടാണ്. കാരണം ഒരു സാധാരണ പൗരനെ സംബന്ധിച്ചിടത്തോളം അവൻ ചുറ്റുവട്ടത്ത് നോക്കുമ്പോൾ കാണുന്ന സ്ഥലത്തൊന്നും ഇത് കാണാൻ പറ്റില്ല പെട്ടെന്ന്. അതാണ് അതിന്റെ പ്രശ്നം. പക്ഷെ ഇവിടെ IIM ഉണ്ട്, NIT ഉണ്ട്, ISR കൊണ്ടൊക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ കൂടെ പോകുന്ന ഒരാൾക്ക് IIT കാണാൻ പറ്റുമോ? അത് വേറെ എവിടെയാണ്. അവന്റെ നേതാവ് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് അവന് അറിയുള്ളൂ IIT ഉണ്ട്. അവൻ IIT ഒന്നും കണ്ടിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ IIM അവൻ കണ്ടിട്ടുണ്ടാവില്ല. പക്ഷെ അവിടെ ഉണ്ട്, എയിംസ് അവിടെ ഉണ്ട്. ശരിയാണ്, അതൊരു പ്രശ്നം. അതായത് വിസിബിൾ ആയിട്ട് അവന്റെ പെർസെപ്റ്റബിൾ ആയിട്ട് സാധനം വരുന്നില്ല എന്നുള്ളതാണ് ഒരു വിഷയം. അതേസമയം BJPയുടെ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അവന്റെ ദൈനംദിന ജീവിതത്തിൽ അവൻ കാണുകയാണ്. അത് റോഡായിട്ടും അത് ട്രെയിനായിട്ടും അത് മറ്റുള്ള സാധനങ്ങളായിട്ടും അവന്റെ കയ്യിൽ കിട്ടുന്ന സബ്സിഡി പണമായിട്ടും പല രീതിയിൽ അവന് ടച്ച് ചെയ്യാൻ പറ്റണം. ഏറ്റവും വലിയ ഇപ്പൊ നോർത്തിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ കക്കൂസായിട്ടാണ് അവന് മുന്നിലേക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ബൾബായിട്ടാണ് വരുന്നത്, ചിലയിടത്ത് ലൈറ്റായിട്ട് വരുന്നു, കറണ്ടായിട്ട് വരുന്നു. അപ്പൊ ഇത് നമ്മൾ അനുഭവിക്കുന്ന അറിയുന്ന ഒരു സാധനവും പലതും നമ്മൾ അങ്ങനെ അന്വേഷിച്ചു കഴിഞ്ഞാൽ പലതും ഉണ്ട്. ഓക്കെ, ആ ഒരു സാധനം. അപ്പോ അത് ഒരു വലിയ ചേഞ്ചാണത്. അത് ആളുകൾക്ക് അതാണ് വേണ്ടത്. ഇപ്പൊ നിങ്ങൾക്ക് നമ്മൾ പറയാറുണ്ടല്ലോ, ഇപ്പൊ അച്ഛനും അമ്മ കുട്ടികളെ സ്നേഹിക്കുന്നു. കുട്ടിയുടെ പരാതി എന്തായിരിക്കും? അച്ഛനും അമ്മയും എന്നെ സ്നേഹിക്കുന്നില്ല എന്നായിരിക്കും. ഓക്കെ, പക്ഷെ അച്ഛനും അമ്മ എന്താ പറയാ? ഞങ്ങൾ അവനെ വാരിക്കോരി സ്നേഹിക്കുന്നു. അപ്പൊ പ്രശ്നം എന്താണ്? അത് അവർക്ക് വിസിബിൾ ആവുന്നില്ല, അവർക്ക് ഫീൽ ചെയ്യുന്നില്ല.
അപ്പോൾ നമ്മൾ എന്ത് പറയും, നിങ്ങൾ എക്സ്പ്രസ് ചെയ്യണം ലവ്, ഇതല്ലേ പറയാ. അപ്പോൾ എക്സ്പ്രസ് ചെയ്യണം. ഡെവലപ്മെന്റ് നിങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ അത് എക്സ്പ്രസ് ചെയ്യണം. പരസ്യം ചെയ്യണമെന്നാ? പരസ്യം എന്നുള്ളതല്ല, പെർസെപ്റ്റബിൾ. ഇത് പരസ്യം ചെയ്തിട്ടാണോ ചെയ്യുന്നത്? വന്ദേ ഭാരതിനെ കുറിച്ച് പരസ്യം നമ്മൾ കാണുന്നുണ്ടോ? ഇല്ലല്ലോ. വാർത്ത വരുന്നു, പുതിയ ട്രെയിൻ അവൻ കയറുന്നു, അവൻ രാവിലെ എല്ലാ മാസത്തിലൊരിക്കലോ വർഷത്തിലൊരിക്കലോ അവൻ നാട്ടിൽ പോകുന്നത് പണ്ട് പൊട്ടിപ്പൊളിഞ്ഞ ട്രെയിനിലാണെന്നുണ്ടെങ്കിൽ ഇന്ന് പോകുന്നത് വന്ദേ ഭാരതിലാണ്. അനുഭവിച്ചറിയണം. അപ്പൊ അവൻ അനുഭവിച്ചറിയില്ല ചെയ്യുന്നത് ആ ചേഞ്ച്. അപ്പൊ ആ പെർസെപ്ഷൻ ആണ് ഇവിടെ ഉണ്ടാക്കുന്ന വ്യത്യാസം എന്ന് പറയുന്നത്. ഇനി സ്കീമുകൾ അന്വേഷിച്ച് പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ എയിംസ് ഉണ്ടാക്കി, IM ഉണ്ടാക്കി എന്നൊക്കെ പറയുമ്പോൾ IM അന്ന് ഉണ്ടാക്കിയത് മാത്രമല്ലല്ലോ ഇന്നുള്ളത്. അതിനുശേഷം കൂടുതൽ IMകൾ വന്നു, അല്ലെങ്കിൽ കൂടുതൽ എയിംസ് വന്നു. അപ്പൊ ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു 70 വർഷം കൊണ്ട് നമ്മൾ പണിത റോഡുകൾ, അല്ലെങ്കിൽ പണിത റെയിൽവേ, പണിത IM, പണിത എയിംസ് 10 വർഷം കൊണ്ട് 15 വർഷം കൊണ്ട് ചെയ്യുന്ന ആ സാധനവും ഇത് കമ്പയർ ചെയ്യുമ്പോൾ അതൊരു മാഗ്നിറ്റ്യൂഡിന് ഡിഫറൻസ് ഉണ്ട്. അത് ആ ഒരു ഇന്റൻസിറ്റിയിൽ ഡിഫറൻസ് വരും. അതാണ് ആ പെർസെപ്ഷൻ ഇമ്പ്രൂവ് ചെയ്യുന്നത്. പെർസെപ്ഷൻ ആണ് പ്രധാനം. പെർസെപ്ഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു സ്കീം ബേട്ടി പഠാവോ ബേട്ടി ബച്ചാവോ ആന്തോളൻ എന്ന് പറയുന്ന ആ ഒരു സ്കീം ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി BJP സർക്കാർ വൻതോതി കോടിക്കണക്കിന് രൂപയാണ് പരസ്യത്തിന് വേണ്ടി ഇറക്കിയതെന്ന് വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പരസ്യം ചെയ്യുന്നത് മുഴുവനും നമ്മുടെ തന്നെ ചാനലുകളിലൊക്കെ ആയിരിക്കെ എന്തുകൊണ്ടാണ് ഇത്രയും പൈസ കൊടുത്തൊക്കെ ചെയ്യേണ്ട കാര്യം എന്താണ്? ഏത് ഈ ബേട്ടി പഠാവോ ബേട്ടി ബച്ചാവോ ഈ ഒരു സ്കീമിനൊക്കെ പരസ്യത്തിൽ പറയുന്നത്? അതായത് പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യുന്നുള്ളത് പരസ്യത്തിലാണ് കൂടുതൽ പൈസ കൊടുത്തിരിക്കുന്നത്. ആ പൈസ ശരിക്കും വിനിയോഗിച്ചിരുന്നെങ്കിൽ അത് എത്തില്ലായിരുന്നോ ജനങ്ങളിലേക്ക്? അല്ലെങ്കിൽ ഞാൻ ആ പരസ്യം കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് അത് ഓഡിറ്റ് ചെയ്തിട്ട് അതിന് പ്രശ്നം ഉണ്ടെങ്കിൽ അത് നടപടി എടുക്കേണ്ട വിഷയം തന്നെയാണ്. അതിൽ നമ്മൾ സംശയമൊന്നും പറയുന്നില്ല. പക്ഷെ ആളുകൾക്ക് ഒരു ബോധം വരണം. ഇപ്പൊ നമ്മൾ പല കാര്യങ്ങളും ഒരു അവയർനെസിന്റെ ഇഷ്യൂ ആണ്. ഇപ്പൊ പെൺകുട്ടികളെ പഠിപ്പിക്കണം എന്ന് ഒരു ഗവൺമെന്റ് എടുത്ത് പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? പഠിപ്പിക്കാത്ത അവസ്ഥ ഇവിടെ ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ്, അല്ലെ? എന്താണ് അപ്പൊ പെൺകുട്ടികൾ നേരിടുന്ന പ്രശ്നം എന്താണ്? പെൺകുട്ടിയാണോ, അവളെ പഠിപ്പിച്ചിട്ട് കാര്യമൊന്നുമില്ല, അവളെ കെട്ടിച്ചു വിടേണ്ടതാണ് എന്ന ഒരു ജനറേഷണൽ ആയിട്ട് നിലനിൽക്കുന്ന ഒരു അന്ധവിശ്വാസം ഉണ്ടായിരിക്കെ അതിനെ പേടിപ്പിച്ചിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും വിധേന എന്തെങ്കിലും സാധനം പറഞ്ഞിട്ട് നമുക്ക് അവരെ ഉടനെ മാറ്റാൻ കഴിയില്ല. അതൊരു വിശ്വാസത്തിന്റെയും കൾച്ചറലായിട്ടൊക്കെ നിലനിൽക്കുന്ന വിഷയങ്ങളാണ്. അപ്പൊ അങ്ങനെയുള്ള സംഗതികളെ ഒരു മാസീവായിട്ടുള്ള കാലങ്ങളായിട്ട് നീണ്ടു നിൽക്കുന്ന ഒരു അവയർനെസ് ക്രിയേഷനിലൂടെയാണ് അത് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അത് പല രീതിയിൽ പല അപ്രോച്ചിൽ ചെയ്യേണ്ടി വരും. ഇപ്പൊ നമ്മൾ കേരളത്തിൽ ഇരുന്നിട്ട് അത് നോക്കുമ്പോൾ നമുക്ക് അത് അത്ര മനസ്സിലാവില്ല. പക്ഷെ ഇപ്പോൾ കുറെ കാലം മുന്നേയൊക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഈ ഫാമിലി പ്ലാനിങ് സംബന്ധിച്ചിട്ട് നമ്മൾ ഒരുപാട് ഇതുപോലുള്ള കാര്യങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതുപോലുള്ള പോപ്പുലേഷൻ കൺട്രോളിന് വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള സാധനങ്ങൾ അതൊരു കാലത്ത് ചെയ്യേണ്ടി വന്നിരുന്നു. ഇപ്പൊ നമ്മൾ അതിനെക്കുറിച്ച് അധികം കേൾക്കുന്നില്ല. അപ്പൊ അത് കുറെ കൂടി ഈസിലി അച്ചീവബിൾ ആയിട്ടുള്ള ഒരു ഗോൾ ആയതുകൊണ്ടാണ് അത് അങ്ങനെ നടന്നത്. ബക്കറ്റ് കൊടുത്തതിനെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടോ? അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ. അപ്പോൾ ഓരോ സാധനം ഇപ്പൊ നാഷണൽ ഇന്റഗ്രേഷനെ കുറിച്ചിട്ട് പണ്ടൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടിരുന്ന സാധനമാണ് ഇതുപോലുള്ള ദേശഭക്തി പരസ്യം ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എന്താ നമ്മൾ പറയുന്നത്? അപ്പൊ ചില ഐഡിയ, ചില ബോധങ്ങൾ അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ പാട്ട് വേണം, പരസ്യം വേണം, അതുണ്ടാവും. ഇപ്പോ എന്താണ് അതിഥി ദേവോ ഭവ, ഇത് നമ്മൾ പറയുന്നു. നിങ്ങളുടെ എന്താണ് ഇൻക്രെഡിബിൾ ഇന്ത്യ എന്നൊക്കെ പറഞ്ഞു നിങ്ങൾ ഇതേപോലെ ടൂർ പോകുന്ന സമയത്ത് സ്ഥലങ്ങളൊക്കെ വൃത്തിയായിട്ട് നോക്കണം. അതെന്തിനാ പരസ്യം ചെയ്യണത്? അത് നമുക്കത് ശീലമല്ല, നമ്മുടെ സിവിക് സെൻസിൽ അത് വരുന്നില്ല. അപ്പോൾ അത് നമ്മൾ പറയേണ്ടി വരുന്നു, പരസ്യം ചെയ്യേണ്ടി വരുന്നു. അപ്പൊ ഇങ്ങനെ പല പല സാധനങ്ങളുണ്ട്. നമ്മൾ കേരളത്തിൽ ഇരുന്നിട്ട് ബേട്ടി ബച്ചാവോ എന്ന് പറയുന്ന സാധനത്തെ കുറിച്ച് ഇപ്പൊ നമ്മൾ ഈവൻ കക്കൂസിനെ വരെ നമ്മൾ വിമർശിച്ചിരുന്ന ആളല്ല. കക്കൂസ് അതിനെന്തിനാ പരസ്യം? പണിത് കൊടുത്താൽ അതങ്ങ് പണിത് കൊടുത്താൽ പോലെ എന്തിനാണ് കക്കൂസിന് പരസ്യം എന്നൊക്കെ ചോദിക്കും. നമ്മൾ കണ്ടിട്ടുണ്ട് കക്കൂസ് പണിത് കൊടുത്തു, എന്താണ് ശുചിത്വ മിഷന്റെ വിഷയങ്ങൾ, അതുപോലുള്ള കാര്യങ്ങളൊക്കെ സ്വച്ഛ് ഭാരത്. ഇത് വരുമ്പോ അത് ആ നാട്ടിലെ അവരുടെ റിയാലിറ്റി, അവരുടെ പ്രശ്നമാണ്. നമുക്കതില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മളത് ഡിനൈ ചെയ്ത് നമ്മൾ പ്രിവിലേജിൽ നിന്നിട്ട് നമ്മളത് പറയുന്നത് ശരിയല്ല. നമ്മൾ ഇമ്പ്രൂവ് ചെയ്തു, ആ ഇമ്പ്രൂവ്മെന്റ് എല്ലാവർക്കും കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പൊ നമുക്ക് റോളുണ്ട്. ഇപ്പൊ നമ്മള് ഈ അവിടെയാണ് നമുക്ക് ഇവിടെയുള്ള ഒരു പരാതി. അതായത് നമ്മുടെ നാട് കാണാൻ വരുന്ന ആളുകൾക്ക് അതൊരു ട്രെയിനിങ്ങിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഇത് മാറ്റാൻ പറ്റും. അത് ഇവിടെ ചെയ്യുന്നില്ല. ഇപ്പൊ ഒരു ഹൈവേയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾ തമിഴ്നാട് അല്ലെങ്കിൽ കേരളം വിട്ട് തമിഴ്നാട്ടിലേക്ക് കർണാടകയിലേക്ക് പോകുമ്പോൾ ഇവിടെ മര്യാദയ്ക്ക് വണ്ടി ഓടിക്കുന്ന ആളുകൾ തമിഴ്നാട്ടിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ ഉൾട്ടയാണ്. അതേപോലെ തിരിച്ച് അവിടുന്ന് തല കുത്തി മറിഞ്ഞു വരുന്ന ലോറി, കാറും സാധനങ്ങളൊക്കെ കേരളത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ ട്രാഫിക്കൊക്കെ പാലിച്ച് ഇങ്ങനെ പോകുന്നത് കാണാം. ഇനി അതിൽ തന്നെ ഏതെങ്കിലും ലോറിക്കാരനോ ആരെങ്കിലും പ്രശ്നം ഉണ്ടാക്കി ആ 2 ഹോൺ അടിച്ച് അവൻ ഉടനെ ലെഫ്റ്റിലേക്ക് മാറുന്നു, സ്പീഡ് ലൈൻ ക്ലിയർ ചെയ്ത് തരുന്നു. ഇതൊക്കെ നമുക്ക് കാണാം. അപ്പൊ അവർക്ക് അറിയാഞ്ഞിട്ടല്ല, നിയമം ഉണ്ടെങ്കിൽ പാലിക്കാന്നുള്ളതാണ്. അപ്പൊ ഞാൻ പറയണത്
ആ ഒരു അവസരം എല്ലാവർക്കും കൊടുക്കണം. ഇപ്പൊ നമ്മൾ മലയാളികൾ കുറെ ഇതൊക്കെ പഠിച്ച എങ്ങനെയാണ്, നമ്മൾ ഗൾഫിലൊക്കെ പോയിട്ടാണ്, നമുക്ക് ആ എക്സ്പോഷർ കിട്ടാണ്, വണ്ടി ഇങ്ങനെ ഓടിക്കണം, അത് ഒരു എക്സ്പോഷറാണ്. ഇതെല്ലാവർക്കും കിട്ടാനുള്ള ഒരു അവസരമാക്കിയിട്ട് ഇപ്പൊ എല്ലാവർക്കും ഗൾഫിൽ പോകാൻ പറ്റില്ല. അത് മിനിമം കേരളത്തിലെങ്കിലും വന്നിട്ട് പഠിക്കട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതൊരു ലേണിംഗ് ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഇതിന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു എക്സ്പീരിയൻസിന്റെ ഭാഗമായിട്ട് ടൂറിസം ഒക്കെ കൊണ്ടുവന്നാലാണ് ഇത് നടക്കുള്ളൂ. അതെല്ലാത്തിലും ബാധകമാണ്. ബേട്ടി ബച്ചാവോ ആയാലും ശരി, കക്കൂസിന്റെ കാര്യമായാലും ശരി, റോഡ് കൾച്ചർ ആയാലും സിവിക് സെൻസ് ആയാലും, ഇതിലൊക്കെ നമുക്ക് കേരളത്തിന് അങ്ങനെ ഒരു നേഷനെ ലീഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ. അതൊന്നും ടൂറിസത്തിലേക്ക് ലിങ്ക് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ LDF ആണ് യൂത്തിന് വേണ്ടിയിട്ട് പലതും ചെയ്തതെന്നൊക്കെ പറയുന്നുണ്ട്. കൂടുതൽ അവരുടെ പ്രകടന പത്രികയിൽ പ്രകടമാണ്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് കഴിഞ്ഞ 10 വർഷമായിട്ട് മൈഗ്രേഷൻ കൂടിയുന്നത്? എല്ലാവരും UK ഒക്കെ പോവല്ലേ, ഇവിടെ ആരും നിൽക്കുന്നില്ലല്ലോ യൂത്ത്. അതന്നെയാണ് ഈ പറഞ്ഞു വന്നത്. ഇത് 10 വർഷമായിട്ടുള്ള പ്രശ്നമല്ല, ഇത് കഴിഞ്ഞ കുറെ നാളുകളായിട്ടുള്ള പ്രശ്നമാണ്. ഇന്ത്യ എന്ന് മാത്രമല്ല, ലോകത്ത് എല്ലായിടത്തും നേരിടുന്ന ഒരു പ്രശ്നമാണ്. അതായത് ഏത് നാട്ടിലാണോ, ഇപ്പോൾ നമുക്കറിയാലോ ഈ റെഫ്യൂജി ക്രൈസിസ്, ഇപ്പോൾ സിറിയയിൽ ഉണ്ടായിരുന്ന വിഷയത്തിന്റെ പേരിൽ കഴിഞ്ഞ 2000-ന് ശേഷം ഉണ്ടായിട്ടുള്ള ആളുകൾ 10 ലക്ഷത്തോളം ആളുകളാണ് ജർമ്മനിയിലേക്ക് വന്നത്. ഇന്നിപ്പോ കഴിഞ്ഞ ദിവസം അവിടുന്ന് പറഞ്ഞു യുദ്ധമൊക്കെ കഴിഞ്ഞ് മക്കൾ തിരിച്ചു പോക്കോ, 7 ലക്ഷം പേരോടാണ് തിരിച്ചു പോകാൻ പറഞ്ഞത്. അപ്പൊ തിരിച്ചു പോകാൻ പറഞ്ഞപ്പോൾ സിറിയയിൽ പ്രശ്നമൊന്നും മാറിയിട്ടില്ല, ഞങ്ങൾ ഇപ്പോഴും പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് തിരിച്ച്, അപ്പൊ ഇവര് നടുക്ക് നിൽക്കുകയാണ് ഇപ്പൊ. അപ്പൊ ഈ ബെറ്റർ ഓപ്പർച്യൂണിറ്റി തേടി ആളുകൾ പുറത്തു പോകുക എന്ന് പറയുന്നത് ഒരു വലിയ ലോകത്തെമ്പാടും നടക്കുന്നതാണ്. പല കാരണങ്ങൾ കൊണ്ട് പോകുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ ഇത് പോകുന്നതിന് ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഇപ്പൊ യുദ്ധമോ ഒന്നുമല്ല. അത് പ്രധാനമായിട്ടും നമ്മളുടെ നാട്ടിലുള്ള ഏറ്റവും പ്രധാന കാരണം എന്ന് പറയുന്നത് ആളുകൾക്ക് ഫ്രീഡം ഇല്ല എന്നുള്ളത് തന്നെയാണ്. പിന്നെ ജീവിക്കാനുള്ള വഴി തേടി പോകുന്നു. അങ്ങനെ പല പല കാരണങ്ങൾ അതിനകത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നല്ലൊരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഫ്രീഡം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ബെറ്റർ കൾച്ചർ, ലൈഫ് സ്റ്റാൻഡേർഡ്സ് കൊടുക്കുന്ന ഒരു സംവിധാനം ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ആരും പോകില്ല. എന്നാൽ ഈ പറയുന്ന മാനിഫെസ്റ്റോ ഇറക്കുമ്പോഴോ അല്ലെങ്കിൽ ഇവരുടെ പാർട്ടികളിലെ അവരുടെ നയങ്ങളിലോ അത് എൻഷുർ ചെയ്യുന്ന സാധനങ്ങൾ വരുന്നില്ല. അപ്പോൾ ഇവരെല്ലാവരും പറയുന്നത് ബ്രെയിൻ ഡ്രെയിൻ തടയണം എന്നാണ്. UDF പറയുന്നു, LDF പറയുന്നു, BJP പറയുന്നു. പക്ഷെ ഇവരുടെ നയങ്ങളിൽ അത് റിഫ്ലക്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് ബ്രെയിൻ ഡ്രെയിൻ തുടരും എന്നാണ് നമ്മളും പറഞ്ഞത്. അത് എല്ലാവരും തിരിച്ചറിയുന്നുണ്ട് പ്രശ്നമായിട്ട്. ഇത് ഈവൻ BJP ഗവൺമെന്റ് നാഷണൽ ലെവലിൽ അഡ്രസ് ചെയ്യുന്ന വിഷയമാണ്. കാരണം ഇപ്പൊ കോവിഡിനൊക്കെ ശേഷം ലക്ഷക്കണക്കിന് ആളുകളാണ് പുറത്തേക്ക് പോയത്. ഇന്ത്യൻ പാസ്പോർട്ട് ഉപേക്ഷിക്കുന്ന ആളുകൾ, അതിന്റെ കണക്കൊക്കെയാണ് വരുന്നത്. അതിവിടെ സംഭവിക്കുന്നുണ്ട്. അപ്പൊ അവിടെയും അവർ പറയുന്നത് തിരിച്ചു കൊണ്ടുവരണം. അതിനുവേണ്ടി ഇക്കോസിസ്റ്റം ഉണ്ടാക്കണം, ഒരു ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് നടത്തണം. അങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. അത് വന്നാലേ ഇത് മാറുള്ളൂ. ഇതൊരു പ്രശ്നമാണ്. അതെല്ലാവരും ഫേസ് ചെയ്യുന്ന പ്രശ്നമാണ്. ഇത് അഡ്രസ് ചെയ്യാൻ വേണ്ടി ഇവരൊന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമ്മുടെയും പരാതി. ഓപ്പോസിഷനും ഭരണ പാർട്ടി എല്ലാവരും ഒരുമിച്ച് ഇരുന്ന് നോക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. നോക്കണ്ട. ഇപ്പോ ഇതില് സതീശൻ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇതിൽ ഏറ്റവും വലിയൊരു പ്രോബ്ലം. ഇതിൽ 100 സീറ്റ് കിട്ടി തിളക്കമാർന്ന വിജയം വന്നില്ലെങ്കിൽ ഉടനെ വനവാസത്തിന് പോകും എന്ന് പറയുമ്പോൾ അതൊരു രാഷ്ട്രീയക്കാരന്റെ എന്തോ ഒരു മേന്മയായിട്ടാണ് ആളുകൾ പറയുന്നത്. ഇതൊരു ഒളിച്ചോട്ടാണ് സത്യത്തില്. അങ്ങനെ ഒരു വിജയം അവർക്ക് ലഭിച്ചിട്ടില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ജയിച്ചിട്ടുണ്ടാവും, 100 സീറ്റ് കിട്ടിയില്ല. എന്തുകൊണ്ട് കിട്ടിയില്ല? അവർക്ക് ജനങ്ങൾ വോട്ട് ചെയ്തില്ല, അതുകൊണ്ടല്ലേ ജയിക്കാഞ്ഞത്. എന്തുകൊണ്ട് വോട്ട് ചെയ്തില്ല? കാരണം ഇതിന് അവർ എൻറ്റൈസ് ചെയ്തില്ല. ആ സാധനങ്ങൾ കണ്ടപ്പോൾ അവർക്ക് അങ്ങനെ വലിയൊരു സംഭവമായിട്ട് തോന്നിയില്ല. അവർക്ക് അതിനകത്തൊരു ഇഷ്ടപ്പെട്ടില്ല. അവർ പറഞ്ഞ കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടില്ല. അവരുടെ നയങ്ങളിൽ അവർക്ക് വിയോജിപ്പ്, അതല്ലെങ്കിൽ അവർക്ക് അവരുടെ മറ്റു കൂട്ടുകെട്ടിൽ, ഇപ്പൊ ജമാഅത്ത് ഇസ്ലാമിയായിട്ടുള്ള കൂട്ടുകെട്ടിൽ അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഇത് എല്ലാവർക്കും ബാധകമാണ് ഓരോ തരത്തിൽ. അപ്പോൾ ഒരാൾ വോട്ട് ചെയ്യാത്തതുകൊണ്ട് തോൽക്കുമ്പോൾ എന്തുകൊണ്ട് വോട്ട് ചെയ്തില്ല എന്നുള്ളത് പഠിച്ച് അത് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഒരു നേതാവ് ചെയ്യേണ്ടത്. അതിന് പകരം ഞാൻ നിർത്തുകയാണ്, പോവുകയാണെന്ന് പറയുമ്പോൾ ഓക്കെ, അയാൾക്ക് ഹെൽത്ത് ഇഷ്യൂ അല്ലെങ്കിൽ മതി, ഞാൻ ഈ ഒരു ടേമോട് കൂടി ഞാനത് നിർത്താണ്, ജയിച്ചാലും ജയിച്ചില്ലെങ്കിലും എന്നാണ് പറഞ്ഞതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, എനിക്ക് ക്ഷീണമാണ്. ഇതല്ല, ഇത് ജയിച്ചില്ലെങ്കിൽ ഞാൻ പോകും, അല്ലെങ്കിൽ ഇങ്ങനെ വന്നില്ലെങ്കിൽ അങ്ങനെ പോകും എന്നൊക്കെ പറയുമ്പോൾ ഇതൊരു എക്സ്കേപ്പിസ് ആണ്. ഇതൊരു ഒളിച്ചോട്ടം തന്നെയാണ്. അപ്പോൾ ഒരൊറ്റ ഇലക്ഷൻ റിസൾട്ടിന്റെ പേരിൽ ഒരാൾ അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുന്നതും, ഇവിടുത്തെ ഒരു യൂത്ത് അവരുടെ കാലങ്ങളായിട്ട് അവർ പഠിച്ചു വരുന്ന കാലം മുതൽ കാണുകയാണ്, 10-20 വർഷമായിട്ട് അവർ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഫ്യൂച്ചർ, എൻ്റെ പോസിബിലിറ്റീസ്, അങ്ങനെ കാൽക്കുലേറ്റഡ് ആയിട്ട് അവർ എടുക്കുന്ന ഒരു ഡിസിഷൻ, 20 വർഷമൊക്കെ നീണ്ടു നിൽക്കുന്ന ഡിസിഷൻ. എന്നിട്ട് അവരെടുക്കുന്ന ഡിസിഷനെ വെച്ചിട്ടാണ് നമ്മൾ കളിയാക്കുന്നത്. അവന് നാടിനോട് കമ്മിറ്റ്മെന്റ് ഇല്ല, അവൻ നാട് വിട്ട് ഓടുകയാണ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ യഥാർത്ഥത്തിൽ പ്രശ്നക്കാരനാരാ? ഈ ജീവിക്കാൻ വഴി തേടി വേറെ വഴിയില്ലാത്തതുകൊണ്ട് നാട് വിടുന്നവനാണോ, അതോ ഓരോ ഇലക്ഷൻ തോൽവിയുടെ പേരിൽ അല്ലെങ്കിൽ പ്രതീക്ഷിച്ച വിജയം കിട്ടിയിട്ടില്ല എന്നതിന്റെ പേരിൽ എല്ലാം അവസാനിപ്പിക്കും എന്ന് പറയുന്ന ഒരു നേതാവാണോ ഇവിടുത്തെ കുറ്റക്കാരൻ? അങ്ങനെ ഒരു നേതാവ് ഇവിടെ ഉണ്ടാവുമ്പോൾ ഈ ചാടാൻ നിൽക്കുന്ന ഒരാള്, പുറത്തേക്ക് പോകാൻ നിൽക്കുന്ന ഒരു യൂത്ത്, അവൻ എന്തെങ്കിലും ഒരു ചാൻസ് കൊണ്ട് ഇവിടെ നിൽക്കണം, അതും കൂടി ഇല്ലാണ്ടാവുകയാണ് ചെയ്യുന്നത്. അതായത് ഒരു രാഷ്ട്രീയക്കാരന് പോലും ഹോപ്പില്ല.
പിന്നെ ഞാനെന്തിനാ ഇവിടെ നിൽക്കണമെന്നല്ലേ അവൻ ചിന്തിക്കുള്ളൂ. അങ്ങനെ ഒരു ഇൻഡിറക്റ്റ് ആയിട്ടുള്ള ഒരു പ്രശ്നം ഇതിനകത്ത് കിടപ്പുണ്ട്. ഇസ്രായേൽ അല്ലെങ്കിൽ പാലസ്റ്റീൻ, അവിടെ ഒരു 2005 ഇസ്രായേല് ഗാസയൊക്കെ ഒഴിവാക്കി നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ഭരിച്ചു എന്നൊക്കെ പറഞ്ഞ് മാറി നിന്ന ഒരു ആൾക്കാരാണ് ഇസ്രായേലികൾ. പക്ഷെ ആ സമയത്ത് തന്നെ ഈ പാലസ്റ്റീനിൽ ഈ നമ്മുടെ ഹമാസും അല്ലെങ്കിൽ മറ്റേ ടീമും, രണ്ട് ടീമും തമ്മിലുള്ള ഇന്റേണൽ പ്രശ്നങ്ങൾ കൊണ്ടിട്ടാണ് വീണ്ടും വിഷയങ്ങൾ വഷളായത്. എന്നിട്ടും ഇപ്പൊ ലോകം മുഴുവനും വീണ്ടും ഇസ്രായേലിനെ തന്നെയാണ് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ കുറച്ച് പേര് പാലസ്റ്റീനെ സപ്പോർട്ട് ചെയ്യുന്ന വെച്ചാൽ ശരിക്കും എന്താണ് അവിടുത്തെ സംഭവം? ശരിക്കും അവിടുത്തെ പ്രശ്നം അതാണ്, ജിയോ പൊളിറ്റിക്സ് ഒന്നുമല്ല. ഓക്കെ, ജിയോ പൊളിറ്റിക്സ് അതിനകത്ത് ഒരു സെക്കൻഡ് ഫാക്ടർ ആണെന്ന് നമ്മൾ പറയും. ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ് ഒക്കെ ലോകത്ത് പലയിടത്തും ഉണ്ട്. അത് ഇസ്രായേൽ പലസ്തീൻ മാത്രമൊന്നുമല്ല, അതൊക്കെ സോൾവ് ചെയ്ത് പോയിട്ടുണ്ട്. ഇന്ത്യ പാകിസ്ഥാൻ പോലും ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂ ആയിട്ട് നമ്മളത് സോൾവ് ചെയ്ത് പോയിട്ടുള്ള ആളുകളാണ്. അല്ലെങ്കിൽ ഒരു ടെമ്പററി സൊല്യൂഷൻ എങ്കിലും നമുക്ക് കിട്ടിയിട്ട് ഇനിയും ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിലും അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്ത്യ പാകിസ്ഥാൻ വിഭജിച്ചത് മതത്തിന്റെ പേരിലാണ്. അപ്പോൾ ഇവിടെയും ആ മതത്തിന്റെ പേരിൽ തന്നെയാണ് വിഭജനം നടന്നത്. എന്നിട്ട് ആ വിഭജനം അവർ ആക്സെപ്റ്റ് ചെയ്യാതെ നേരെ യുദ്ധത്തിലേക്ക് പോവുകയാണ് ചെയ്തത്. അതിന്റെ കാരണം അവർ പറയുന്നത് ജൂതന്മാരോട് ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടാണ് 48 യുദ്ധം. അപ്പോൾ അവിടുത്തെ പ്രശ്നം മതമാണ്. അപ്പൊ ഇതിനെ അംഗീകരിക്കാത്തത് കൊണ്ടും ഈ വിഷയം ഇതാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള സൊല്യൂഷൻസിലേക്ക് പോകാത്തത് കൊണ്ടും മറ്റു രാജ്യങ്ങൾ അതിൽ ഉൾക്കൊള്ളാതെ നിൽക്കുന്നതുകൊണ്ടുമാണ് ഇത്. പിന്നെ ഇത് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ മെനക്കെട്ട് ഇരുന്നു കുറെ കാലം. ഇപ്പൊ ഇസ്രായേൽ അത് സ്റ്റോപ്പ് ചെയ്ത് ആ യന്ത്രം ഓഫാക്കി. ഇപ്പൊ അവർക്ക് തോന്നിയത് അവർ ചെയ്യാണ്. സത്യത്തിൽ ഇത് ഇപ്പോഴെങ്കിലും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇസ്രായേൽ നിലനിൽക്കില്ല. അതാണ് അതിന്റെ പ്രശ്നം. കാരണം ഇറാൻ പോലുള്ള രാജ്യം ഒരു ന്യൂക്ലിയർ പവറും കൂടി ആവുന്ന ഒരു അവസ്ഥ വന്നാൽ മിഡിൽ ഈസ്റ്റ് പിന്നില്ല. ഇതിന്റെ ഒരു എന്താ പറയാ, ഒരു ബ്രിമ്മിൽ നിൽക്കുമ്പോഴാണ് ഇപ്പൊ ഇത് സംഭവിക്കുന്നത്. ഈ ഒരു യുദ്ധം എന്ന് പറയുന്നത് അവിടെയാണ് ഇത് ജസ്റ്റിഫൈഡ് ആവുന്നത്. ഇത് അവരുടെ എക്സിസ്റ്റൻഷ്യൽ ഒരു ത്രെട്ട് വരുമ്പോൾ. കാരണം ഈ ഇസ്രായേലിന്റെ, അതായത് ഡെത്ത് ടു ഇസ്രായേൽ, അതുപോലെ ഡെത്ത് ടു അമേരിക്ക, ഇതാണ് ഇറാനിന്റെ പ്രഖ്യാപിത ലക്ഷ്യം. അത് അവർ എഴുതി വെച്ചിട്ട് അത് നടപ്പിലാക്കുന്ന ആളുകളാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറയും ഒരു രാജ്യത്തെ ഇല്ലാതെയാക്കുന്നു എന്ന് പറയുന്നത് തെറ്റാണ് അല്ലെങ്കിൽ പ്രശ്നമാണ് എന്ന് നമ്മൾ പറയുകയും, എന്നാൽ അത് ഇസ്രായേലും അമേരിക്കയും പറയുമ്പോൾ മാത്രമാണ് പ്രശ്നമാവുകയും ചെയ്യുക. ഇതാണ് നമ്മൾ കാണുന്നത്. എന്നാൽ അവരങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇസ്രായേൽ അമേരിക്ക പറഞ്ഞ ആ റെജീമിനെ ഇല്ലാതെയാക്കുന്നതാണ് പറഞ്ഞത്. അല്ലെങ്കിൽ ഇറാനിയൻ ജനതയെ ഇല്ലാതാക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ അവരോട് പറഞ്ഞിട്ടേ ഇല്ല, അങ്ങനെ ചെയ്തിട്ടുമില്ല. സിവിലിയൻ സ്ട്രക്ചേഴ്സിനെ ഒഴിവാക്കിക്കൊണ്ട് തന്നെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ സിവിലിയൻ ഡെത്ത് ഒഴിവാക്കാൻ തന്നെയാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇവരങ്ങനെയാണ്. ഇറാൻ എന്താ ചെയ്യുന്നത്? ഡെത്ത് ടു ഇസ്രായേൽ, ഡെത്ത് ടു അമേരിക്ക എന്ന് എഴുതി വെച്ചിരിക്കുന്നു. ടെഹ്റാനിലൊരു പാലസ്റ്റീൻ സ്ക്വയറിൽ എഴുതി വെച്ചിരിക്കുന്നത് കൗണ്ട് ഡൗൺ ആണ്. അതായത് ഇസ്രായേൽ 25 വർഷത്തിനുള്ളിൽ അവിടെ തവിട് പൊടിയാവും എന്നും പറഞ്ഞ ഒരു ക്ലോക്ക് വെച്ച് അത് കൗണ്ട് ഡൗൺ അവിടെ ഇലക്ട്രോണിക്കലി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹൂത്തികളുടെ പതാകയിൽ തന്നെ എഴുതിയിരിക്കുന്നത് ഡെത്ത് ടു ഇസ്രായേൽ എന്നും ഡെത്ത് ടു അമേരിക്ക എന്നുമാണ്. ഇതാണ് അവരുടെ ലക്ഷ്യം. ഇനി ഹമാസിന്റെ ചാർട്ടറിൽ എഴുതി വെച്ചിരിക്കുന്ന അവസാനത്തെ ജൂതനെ കൊന്ന് തള്ളാതെ ലോകം അവസാനിക്കില്ല എന്നാണ്. ഈ ഇതിലെല്ലാം കടന്നു വന്ന് നിൽക്കുന്നത് മതമാണ്, ഇസ്ലാം മതമാണ്. ഇത് ഇസ്ലാമിലെ മുഹമ്മദ് നബി പഠിപ്പിച്ച കാര്യങ്ങളാണ്. കൊമേനി ഒരാളല്ലല്ലോ. ഇത് കൊമേനി എന്ന് പറഞ്ഞാൽ അതൊരു ഗ്യാങ് ആണ്. അതൊരു പ്രോബ്ലം, ഒരു സിസ്റ്റമിക് പ്രോബ്ലം ആണ്. ആ സിസ്റ്റമിക് പ്രോബ്ലത്തിൽ ഒരാളല്ല ഉള്ളത്. ഇപ്പൊ ഹിറ്റ്ലർ ഒരാളായിരുന്നു, പക്ഷെ ഇതങ്ങനെയല്ല. ഇത് ഈ ഐഡിയ ആണ് ഇതിന്റെ പ്രശ്നം. ഹിറ്റ്ലറിന്റെ ഐഡിയ ഹിറ്റ്ലറുടെ തലയിൽ ഇരുന്നിട്ടുള്ളൂ. ഹിറ്റ്ലർ പോയപ്പോൾ അത് പോയി, അല്ലെങ്കിൽ അത് ശോഷിച്ചു പോയി. അതാണ് അതിന്റെ പ്രശ്നം. പക്ഷെ ഈ ഇസ്ലാം എന്ന് പറയുന്ന ഐഡിയ അതൊരു ഖൊമനയുടെ തലയിൽ മാത്രമല്ല, അത് നമ്മുടെ നാട്ടിലെ സാധാ മദ്രസ ജീവികളുടെ തലയിലുണ്ട്. എൻ്റെ തലയിലുണ്ടായിരുന്നു. ഞാനും ഇവിടെ ജൂതനെ വെറുത്തിരുന്ന ആളാണ്. ഞാൻ ഖൊമേനി ആയതുകൊണ്ടാണോ ജൂതനെ വെറുത്തത്? ഇവിടുത്തെ ഓരോ മുസ്ലിം പള്ളിയിലും ഈ ജൂതന്മാർക്കെതിരെ പ്രാർത്ഥനയുണ്ട്. ഓരോ വെള്ളിയാഴ്ചയും പ്രാർത്ഥിക്കും, ജൂതന്മാരെ ഇല്ലാതാക്കണം, ക്രിസ്ത്യാനികളെ ഇല്ലാതാക്കണം പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇത് അവരൊക്കെ ഖൊമേനി ആയതുകൊണ്ടാണോ അത് ചെയ്യുന്നത്? അല്ല. അപ്പോൾ ഇത് ഇസ്ലാമിൽ നടക്കുന്ന ഒരു യൂഷ്വൽ ആയിട്ടുള്ള കാര്യമാണ്. ഇവിടുത്തെ ഉസ്താദന്മാർ പ്രസംഗിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ? ജൂതന്മാരില്ലായ്മ ചെയ്യും, അതിനുവേണ്ടി മലയാളത്തിലാണ് പ്രസംഗിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലോകം മുഴുവൻ ഖൊമനയാണ് നിങ്ങൾ പറയുന്നത്. ഓരോ ഇതുപോലെ പറയുന്ന മുസ്ലിം ഓരോ ഖൊമനയാണ് നമ്മൾ പറയേണ്ടി വരും. ഇതങ്ങനെയല്ല. ഇതൊരു ഖൊമനയിൽ നിൽക്കുന്ന സാധനം. ഖൊമനയല്ല ഇതിന്റെ പ്രശ്നം. ഖൊമനയുടെ തലയിലിരിക്കുന്ന ഇസ്ലാമാണ് പ്രശ്നം. അത് തിരിച്ചറിയണം. അതിനെ ഒളിപ്പിച്ചു വെച്ചുകൊണ്ടും കാര്യമില്ല, അതിനെ എഡിറ്റ് ചെയ്ത് നീക്കാനും പറ്റില്ല. കാരണം ഈ ഐഡിയ ഓൾറെഡി അവിടെ ഉണ്ട്. നിങ്ങൾ ഈ ലോകത്തുള്ള മുഴുവൻ ഖുറാൻ കത്തിച്ചു കളഞ്ഞാലും ഈ ഐഡിയ പോകില്ല. കാരണം ഇതൊരു മുസ്ലിമിൻ്റെ ഉള്ളിൽ ഇങ്ങനെയാണ് അവൻ കാലങ്ങളായിട്ട് കേട്ട് വളർന്ന് അത് നിൽക്കുന്നത്. ഈ മുസ്ലിങ്ങൾ ഇനി അങ്ങോട്ട് പോകും തോറും ഇതെല്ലാം അവിടെ തന്നെ നിൽക്കും. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഹിന്ദുക്കൾ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളൊക്കെ ഓരോ കഥ ഓർത്തിരിക്കുന്ന ഈ പുസ്തകം വായിച്ചിട്ടാണ്, കഥകൾ കേട്ടിട്ടാണ്. അതേപോലെ ഒരു കഥയാണിത്. ഇസ്രായേൽ നശിക്കും എന്നത് മുസ്ലിങ്ങളുടെ ഇടയിലുള്ളൊരു കഥയാണ്. ഓക്കെ, ആ കഥയിൽ ഇവർ കാര്യമായിട്ട് വിശ്വസിക്കുന്നുണ്ട്. ഇസ്രായേൽ നശിച്ചാലാണ്
ലോകം അവസാനിക്കുള്ളൂ എന്നുമാണ് ഇവർ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ഇതാണ് ഇസ്രായേലിന്റെ ഒരു മേജർ പ്രോബ്ലം എന്ന് പറയുന്നത്. ഇത് തിരിച്ചറിഞ്ഞിട്ടാണ് അബ്രഹാം അക്കോർഡ്സ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ, അത് ഉള്ളതുകൊണ്ടാണ് ഇന്നിപ്പം മിഡിൽ ഈസ്റ്റിലെ പല രാജ്യങ്ങളും അതിനോട് ചേർന്ന് UAE ഒക്കെ അതിലേക്ക് വന്നു കുറേ കൂടി ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ആയിട്ട് അത് നമുക്ക് തോന്നുന്നത്, അല്ലെങ്കിൽ അതിലേക്ക് പോകുന്നത് അതുകൊണ്ടാണ്. അതാണ് അവർ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈവൻ UAEയിലും അല്ലെങ്കിൽ സൗദിയിലടക്കം സ്കൂൾ ടെക്സ്റ്റ് ബുക്സിലുള്ള ആൻറ്റി സെമിറ്റിക് ആയിട്ടുള്ള സാധനങ്ങൾ ഇന്ന് മാറ്റുകയാണ്. അതുവരെ അവർ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് അങ്ങനെയല്ല. ജൂതന്മാര് പുഴുക്കളാണ്, ഇങ്ങനെയൊക്കെയാണ് വിച്ചസ് ആണ്, ദുർമന്ത്രവാദികൾ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇത് സ്കൂൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിപ്പിക്കുക. ഇന്നിപ്പോൾ നേരെ തിരിഞ്ഞു. ഇന്നിപ്പോൾ അവർ നമ്മൾ ഓണം ദേശീയ ആഘോഷം എന്ന് പറയുന്ന പോലെ ഷബത്ത് ഇത് അവരുടെ ആഘോഷമാണ്. അപ്പോൾ മുസ്ലിം ഫാമിലി ജൂയിഷ് ഫാമിലി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ചിത്രങ്ങളാണ് ഇന്ന് അവരുടെ ടെക്സ്റ്റ് ബുക്കിൽ. ആ മാറ്റം വന്നു. ആ മാറ്റം വന്നത് 2020 ശേഷമാണ്. അതാണ് ഈ അബ്രഹാം അക്കോർഡ്സ് എന്ന് പറയുന്നത്. അതിന് മുന്നേ വരെ ഈ പറയുന്ന സ്കൂളുകളിൽ എണ്ണം പഠിപ്പിച്ചിരുന്നത് ജൂതന്മാരുടെ തലയുടെ എണ്ണം പറഞ്ഞിട്ടാണ്. ഓക്കെ, അതുപോലെ അക്ഷരങ്ങൾ പഠിപ്പിച്ചിരുന്നത് ഷാ ഫോർ ഷഹീദ്, ജാ ഫോർ ജിഹാദ്, ഇങ്ങനെയാണ് അവിടെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇങ്ങനെ പഠിപ്പിക്കുന്ന കുട്ടികൾ വളർന്നു വരുമ്പോൾ പിന്നെ എങ്ങനെയാണ് അവർ സമാധാനപ്രിയരായിട്ട് മാറുക? അവർ ഓട്ടോമാറ്റിക്കലി സൂയിസൈഡ് ബോംബേഴ്സ് ആയിട്ട് മാറുന്നു. ഓട്ടോമാറ്റിക്കലി ഈ ഫിദൈൻ അറ്റാക്ക് എന്ന് പറയുന്ന സാധനം, അല്ലെങ്കിൽ ഈ പറയുന്ന റെസിസ്റ്റൻസ് മൂവ്മെന്റിന്റെ ആളുകളായിട്ട് മാറുന്നു. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. അത് മാറുന്നുണ്ട് ഇപ്പോൾ FCRA ബില്ല് കഴിഞ്ഞ മാസം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെ ചൊല്ലി ക്രിസ്തീയ വിഭാഗത്തിൽ നിന്നാണ് ഒരുപാട് ഒബ്ജക്ഷൻസും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ ഫോറിൻ ഫണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് അത് എല്ലാ വിഭാഗങ്ങൾക്കും വരുന്നുണ്ട്. അപ്പോൾ അത് ഓഡിറ്റ് ചെയ്യപ്പെടേണ്ടത് നമ്മുടെ രാഷ്ട്രത്തിന്റെ ഒരു സുരക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഈ എതിർപ്പ് വരുന്നത് എന്നുള്ളതാണ്. എതിർപ്പ് പ്രകടിപ്പിച്ചവർ കുടുങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ സത്യത്തിൽ. ഇതെന്തായാലും നടത്തിയേ പറ്റുള്ളൂ എന്ന് തന്നെയാണ് ഞാൻ പറയാം. FCRA പോലുള്ള നിയമങ്ങളിലുള്ള ഭേദഗതി കാര്യങ്ങൾ അത് ആവശ്യം തന്നെയാണ്. കാരണം ഇതിനു മുന്നേയും പല സമയങ്ങളിലായിട്ട് ഇതുപോലെ ഫണ്ട് മാറിയതിന്റെ തെളിവുകളും അതുപോലുള്ള സാധനങ്ങളും വന്ന് അത് മറ്റു പല ആവശ്യങ്ങൾക്കും കൂടെ ഉപയോഗിച്ചത് പിടിക്കപ്പെട്ടിട്ടുണ്ട്. അതിപ്പോ പറയാൻ പറ്റുന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അല്ലാത്തതുകൊണ്ട്. ഇപ്പൊ ഈ അടുത്ത് നമ്മൾ നോർത്ത് ഈസ്റ്റ് ഒരു സെപ്പറേറ്റ് ഒരു രാജ്യമാക്കാൻ വേണ്ടിയിട്ട്, ഒരു ക്രിസ്ത്യൻ ഡോമിനേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലമാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം പണ്ടേ ഇവിടെ നടക്കുന്നുണ്ട്. അങ്ങനെ ഒരു സാധനത്തിന്റെയൊക്കെ തെളിവുകളാണ് ഇപ്പൊ ഇനി പുറത്തേക്ക് ഇനി കൂടുതൽ വരാനിരിക്കുന്നത്. അപ്പോൾ അതൊരു നിയമപരിഷ്കാരങ്ങൾ വേണ്ടത് നടത്തിയേ പറ്റുള്ളൂ. അതിലേറ്റവും പ്രധാനമാണ് ഈ സാമ്പത്തിക സ്രോതസ്. കാരണം ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഓരോ ഹൂത്തി, ഹമാസ്, ഹിസ്ബുള്ള ഒക്കെ ആണെങ്കിലും ഇവരൊക്കെ ഇന്നിപ്പോ മുട്ടിൽ കഴിഞ്ഞ് നടക്കുന്നതിന്റെ കാര്യം എന്താണ്? അവരുടെയൊക്കെ ചീഫ് ഫണ്ടറായ ഇറാൻ താഴെ പോയതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഫണ്ടിങ് ആണ് എല്ലാവരുടെയും ജീവവായു എന്ന് പറയുന്നത്. ഫണ്ടിങ് നിർത്തിയാലാണ് ഈ പണിയൊക്കെ നിൽക്കുള്ളൂ. ഇപ്പോൾ SDPI, പോപ്പുലർ ഫ്രണ്ട്, അവരെയും തളച്ചത് അവരുടെ ഫണ്ടിങ്ങിന് അറ്റാക്ക് ചെയ്തപ്പോഴാണ്. ഇനി അതിന്റെ അടുത്ത ലെവലാണ് ഈ പറയുന്ന സാധനം എന്ന് പറയുന്നത്. ഇനി ഇതിൽ നമ്മൾ എന്താ പറയുന്നത്? ആർക്കും ഫണ്ട് സ്വീകരിക്കാൻ പറ്റില്ല എന്നല്ലല്ലോ പറയുന്നത്. നിങ്ങൾ റൂൾ ഫോളോ ചെയ്യാം. അതിന് നിങ്ങൾ എന്തിനാണ് ഭയക്കുന്നതെന്നാണ് നമ്മൾ ചോദിക്കുന്നത്. ഇത് കോൺഗ്രസിന്റെ കാലത്ത് കൊണ്ടുവന്നതാണല്ലോ FCRA ബില്ല്. അത് പരിഷ്കരിച്ചാണ് ഇവിടം വരെ എത്തിയത്. സ്വാഭാവികമായിട്ട് അത് മുന്നോട്ട് പോകണം. അതാണ് നമ്മൾ പറയാം. നിയമങ്ങളിലുള്ള പരിഷ്കാരങ്ങൾ വേണം. എടുത്തു കളയുന്ന നിയമമാണ് എടുത്തു കളയണം. ഇപ്പോൾ ആർട്ടിക്കിൾ 370 കാര്യം നമ്മൾ പറയുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ വഖഫിൽ അമെന്റ്മെന്റിന് പറയുന്നു, യൂണിഫോം അത് വന്നേ പറ്റുള്ളൂ. അത് നമ്മുടെ നാടിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണെന്ന് തന്നെയാണ് അതിൽ പറയാനുള്ളത്. അപ്പോൾ നമ്മുടെ ഹിന്ദു സമൂഹത്തിന്റെ അമ്പലങ്ങൾ മുഴുവനും ദേവസ്വം ബോർഡിന്റെ കീഴിലാണ്. അത് പണ്ട് മുതലേ ഈ രാജാക്കന്മാരുടെ കാലത്ത് നിന്ന് പിന്നെ ബ്രിട്ടീഷ് വന്നു, അങ്ങനെ തുടങ്ങിയതാണ്. അപ്പൊ അങ്ങനെ ഇരിക്കെ ഈ മുസ്ലിം പള്ളികളും അല്ലെങ്കിൽ ക്രിസ്ത്യൻ പള്ളികളൊന്നും ഗവൺമെന്റിന്റെ കൺട്രോളിലൊന്നും വരുന്നില്ല. അപ്പൊ അത് തന്നെ ഒരു ഇനീക്വാളിറ്റി അല്ലേ ശരിക്കും? ദേവസ്വം ബോർഡൊക്കെ പിരിച്ചുവിട്ടിട്ട് വിശ്വാസികൾക്ക് കൊടുക്കുകയാണ് വേണ്ടത്. അതാണ് എൻ്റെ ഒപ്പീനിയൻ. ഈ വിശ്വാസപരമായ കാര്യങ്ങളിൽ ഇടപെട്ട് അത് ചെയ്യേണ്ട കാര്യം ഇല്ല. അത് ഹിന്ദുക്കളായിട്ടുള്ള ആളുകൾക്ക്, വിശ്വാസികൾക്ക് വിട്ടുകൊടുത്ത്, ഇപ്പോൾ ശബരിമല വിശ്വാസികൾക്ക് വിട്ടുകൊടുക്കുക, അവരത് ഭംഗിയായിട്ട് ചെയ്യും അല്ലേ? അതല്ലേ അതിനകത്ത് അഴിമതി കുറയും, സ്വർണ്ണം അവിടെ ഇരുന്നോളും. ഇത് ആളുകൾക്ക് ഗവൺമെന്റുകൾ ഇത് കൈകാര്യം ചെയ്ത് അത് അവരുടെ ആളുകൾക്ക് കയറി നിറങ്ങാനുള്ള വഴിയായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അത് പറഞ്ഞ ചില കാര്യങ്ങൾ അങ്ങനെ എടുത്തു വെക്കുക, ആ സാധനങ്ങളൊക്കെ ബാങ്ക് ലോക്കറിലേക്ക് മാറ്റാം, അതല്ലേ വേണ്ടത്. എന്തിനാണ് അമ്പലത്തിൽ തന്നെ സൂക്ഷിക്കുന്നത്? ആ സമ്പത്ത് വേറെ വെച്ചാൽ പോരെ, അല്ലെങ്കിൽ വല്ല ഒരു മ്യൂസിയം പണിത് അതിനകത്ത് വെക്കുക, ആളുകൾ വന്ന് കാണട്ടെ, അതല്ലേ ചെയ്യണ്ടത്. അല്ലാതെ സമ്പത്ത് അവിടെ ഇരുന്നുകൊണ്ട് എന്താ കാര്യമുള്ളത്? ഒന്നല്ലെങ്കിൽ ആ സമ്പത്ത് കണ്ടിട്ടെങ്കിലും സമ്പത്ത് ഉണ്ടാക്കുക, കാണാനെങ്കിലും ആൾ വരുമല്ലോ, അതല്ലേ ചെയ്യേണ്ടത്. ഇത് നിലവറ അവിടെ വെച്ചു, ഇത് ആരും കാണുന്നില്ലല്ലോ, സാധനം അവിടെ ഇരിക്കുക. ബാങ്ക് ലോക്കറിൽ വെച്ചാൽ അതിന് സുരക്ഷിതമായിട്ട് വെക്കാനാണെങ്കിൽ വേറെ വഴിയുണ്ട് ഇവിടെ, അതല്ലേ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത്, ദേവസ്വം ബോർഡ് അല്ലെങ്കിൽ ഇതുപോലുള്ള സാധനങ്ങൾ എന്നൊക്കെ പറയുന്നത് അത് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതുപോലുള്ള കാര്യങ്ങളിലൊക്കെ.
അതൊക്കെ വിശ്വാസികളുടെ കാര്യങ്ങൾ. ഗവൺമെന്റൊക്കെ അതിൽ നിന്ന് വിട്ടുമാറണം എന്നാണ് പറയുക. അല്ലെങ്കിൽ ഇവർ സമ്മതിക്കുക, ഇവർ ദേവസ്വം ബോർഡ് ഇവർ കൺട്രോൾ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താ അതിന്റെ അർത്ഥം ശരിക്കും പറഞ്ഞാൽ? ഇതൊരു ഹിന്ദുത്വ ഗവൺമെന്റ് ആണെന്നല്ലേ. അപ്പോൾ അതവർ സമ്മതിച്ചാലും മതി. അപ്പോൾ ഹിന്ദുത്വ ഗവൺമെന്റ് ആയതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ, അപ്പൊ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളിൽ ഹിന്ദു നിയമങ്ങൾ നടപ്പിലാക്കട്ടെ, അത് അവർ പറ്റൂല. അപ്പൊ അത് പറ്റാത്ത എന്താണ്? നമ്മൾ ഹിന്ദുത്വം അല്ലാത്തതുകൊണ്ടാണ്. ഹിന്ദുത്വം അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഇപ്പൊ സൗദി അറേബ്യ മക്ക കൺട്രോൾ ചെയ്യാൻ നമുക്ക് മനസ്സിലാക്കാം, അത് ഇസ്ലാമിക രാജ്യം ആയതുകൊണ്ടാണ്. അത് കൺട്രോൾ ചെയ്തേ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ അവർ നിയമങ്ങളും അത് തന്നെയാണ് അവർ നടപ്പിലാക്കുന്നത്. ഇതൊരു ജനാധിപത്യ രാജ്യം, മതേതര രാജ്യമാകുമ്പോൾ വിശ്വാസപരമായ കാര്യങ്ങൾ, അതിന്റെ മേൽനോട്ടം, അതിനുവേണ്ടി ഖജനാവിലെ പണം ഇരിക്കുക, ചെലവഴിക്കുക, എന്തിനാണ് ഇതിന് നിൽക്കുന്നത്? ഇനി മാത്രമല്ല, ഇപ്പൊ നമ്മൾ പള്ളികളിലൊക്കെ നമ്മൾ പോയിട്ടുള്ള എന്തോരം വലിയ വലിയ പള്ളികൾ ഇവിടെ ഉണ്ട്. ഇപ്പോൾ AP ഉസ്താദിന്റെ ഒരു വലിയ പള്ളി അവിടെ വയനാട് പണിത്, ഒരു എന്താണ് നോളജ് സിറ്റി എന്നൊക്കെ പറഞ്ഞ് പണിതിട്ടുണ്ട്. അത്രയും വലിയൊരു ഫെസിലിറ്റിയാണ്. ഭാവിയിൽ അതൊരു തീർത്ഥാടന കേന്ദ്രമാവുകയും ചെയ്യും. അതിൽ ഗവൺമെന്റ് എന്തെങ്കിലും റോളുണ്ടോ? ഒരു പ്രൈവറ്റ് സാധനമാണത്. അപ്പോൾ ഒരു പ്രൈവറ്റ് ഗ്രൂപ്പിന്, പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു എൻറ്റിറ്റിക്ക് വിശ്വാസം തന്നെ കച്ചവടവൽക്കരിക്കാൻ ഇതേപോലെയുള്ള സാധ്യത ഇവിടെ ഉണ്ട്. അത് അവർ മര്യാദയ്ക്ക് ചെയ്തോളും. അത് വേണ്ട ആളുകൾ കയ്യിലെ കാശ് അവിടെ കൊണ്ട് കളഞ്ഞോളും. അത് നമ്മൾ അവർക്ക് വിട്ടുകൊടുക്കുക. ഇത് ഗവൺമെന്റ് പറഞ്ഞാൽ ആദ്യം കുറച്ച് ഞമ്മക്കും വേണമെന്നാണ് ഈ പറഞ്ഞത്. അപ്പോൾ ശബരിമല വിശ്വാസികൾക്ക് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ ആ വിശ്വാസികൾ അത് കൊണ്ടു നടക്കാൻ പറ്റുന്ന ആളുകൾ അത് ഭംഗിയായിട്ട് ചെയ്ത് അതിന് ഫെസിലിറ്റി ഒരുക്കി റോഡ് പണിത് കൊടുക്കുക ഗവൺമെന്റ്. ബാക്കിയുള്ള കാര്യം അവർ ചെയ്തോളും. ആ ഫെസിലിറ്റിക്ക് അകത്ത് കയറി കഴിഞ്ഞാൽ അവരെ ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള വണ്ടിയോ മറ്റേ ബഗ്ഗി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഏർപ്പാടാക്കി അവർ എന്തെങ്കിലും ചെയ്തോളുന്നേ. അതല്ലേ വേണ്ടത്. അല്ലാതെ ഇത് ഇനി അതല്ല, ഇത് കൺട്രോൾ ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ചിലത് സെലക്ട് ചെയ്യുക, ചില അമ്പലങ്ങൾ അതൊരു ഐക്കണായിട്ടൊക്കെ നിങ്ങൾ പ്രൊജക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ശബരിമല അങ്ങനെ നമുക്ക് കാണുകയാണെന്നുണ്ടെങ്കിൽ അത് പക്ഷെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം. കാരണം ഇതേപോലെ കുത്തഴിഞ്ഞ രീതിയിൽ അല്ല അത് നടപ്പിലാക്കേണ്ടത്. അത് ഭംഗിയായിട്ട് ചെയ്യുക, സൗദി അറേബ്യ ഒക്കെ ചെയ്യുന്ന മാതിരി മക്കയൊക്കെ എല്ലാ ഫെസിലിറ്റിയും കൊടുത്ത് റോപ്പ് വേ ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് ആളുകളുടെ ക്യൂ സിസ്റ്റം ഒക്കെ ഫിക്സ് ചെയ്ത് നല്ല രീതിയിൽ അത് ആളുകൾക്ക് വന്നു പോകാനുള്ള സംവിധാനമാക്കുക. ഇന്ത്യയുടെ ഏത് ഭാഗത്തുനിന്നും ശബരിമലയിലേക്ക് എത്താനുള്ള റോഡ് ആക്സസ്, എയർ ആക്സസ് എല്ലാം തുറന്നിടുക. അപ്പോൾ അതൊരു കച്ചവട ഒരു 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 ഗോൾഡ് ലൈനായിട്ട് മാറും. ആ വഴി കൂടെ വരുന്ന ആളുകൾ സ്പെൻഡ് ചെയ്യുന്ന ഓരോ പൈസയും ഖജനാവിലേക്കാണ് വരിക. അത് ഭംഗിയായിട്ട് ചെയ്തുകൂടെ? ഇത് തിന്നല്ല തീറ്റിക്കല്ല എന്ന് പറയുന്നതാണ് ഇതിലെ പ്രശ്നം. ഇപ്പൊ ഞാനാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇത് ഇങ്ങനെയുള്ള മതപരമായ സ്ഥാപനങ്ങൾ, മത കച്ചവട സ്ഥാപനങ്ങൾ അതൊക്കെ ഏറ്റവും ഭംഗിയായിട്ട് നടപ്പിലാക്കാൻ കഴിയുന്ന നിരീശ്വരവാദികൾക്കാണ്. കാരണം നമുക്ക് അറിയാം ഇത് കച്ചവടമാണ്. അതുകൊണ്ട് നമ്മളത് ആ കച്ചവടമായി കണ്ടത് നല്ല രീതിയിൽ അത് ചെയ്യും, മാർക്കറ്റ് ചെയ്ത് അത് നല്ല രീതിയിൽ ചെയ്യും. എന്നാൽ വിശ്വാസികൾക്ക് തൃപ്തിയാവുകയും ചെയ്യും. അതാണ് ഞാൻ പറയാം. ഇത് ഇവര് പകുതി വിശ്വാസം അഭിനയിക്കുന്നതുകൊണ്ടാണ് ഈ പ്രശ്നം. കാരണം കക്കണം എന്നുണ്ട്, എന്നാൽ കക്കാനും പറ്റൂല, നന്നാക്കണം എന്നുണ്ട്, നന്നാക്കാനും പറ്റൂല. ഇങ്ങനെ പോവാണ്. അത് പറ്റില്ല. ഇതിനിങ്ങനൊരു മാനമുണ്ട്. ഇതിനെ ഈ രീതിയിൽ ഉപയോഗിക്കാം. കേരളമൊക്കെ എന്നോ അത് ചെയ്യേണ്ടതെന്നാണ് ഞാൻ പറയാം. എത്രയും പെട്ടെന്ന് നമ്മുടെ ഭരണമൊക്കെ കിട്ടിയാൽ എപ്പോൾ ശരിയാക്കി തരാമെന്ന് പറഞ്ഞാൽ മതി.